Welcome to KAS Economics Hub, deciphering economics for competitive exams. We are going to discuss types of budget, types of budgeting or budget. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ആയിക്കോട്ടെ കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ when the government is preparing the budget നമ്മുടെ സർക്കാർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഗവൺമെന്റ് തയ്യാറാക്കുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. എന്തൊക്കെയായിരിക്കാം സർക്കാരിന്റെ ചെലവുകൾ വരാൻ പോകുന്ന വർഷം അല്ലേ? സോ എവറി ഇയർ ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ ഗവൺമെന്റ് എന്ത് ചെയ്യും? ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യും. സോ 2023-24 ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത എന്നാണ്? 2023 ഫെബ്രുവരി മാസമാണ്. സോ ഫെബ്രുവരി മാസം 2023 ഏപ്രിൽ 1 23 തുടങ്ങാൻ പോകുന്ന വർഷത്തെയാണ് അവതരിപ്പിക്കുന്നത്. സോ വി ക്യാൻ സി ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ, ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന മുന്നേ ആയിട്ട്, ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്ന മുന്നേ ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. ആൻഡ് ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? എക്സ്പെൻഡിച്ചർ തയ്യാറാക്കും. എന്തൊക്കെയായിരിക്കാം സർക്കാരിന്റെ ഭാവി ചിലവുകൾ. അതിനുശേഷമാണെന്ത് ഗവൺമെന്റ് എങ്ങനെ ഈ ചെലവുകൾക്ക് വേണ്ടി പൈസ കണ്ടെത്താം, അല്ലെങ്കിൽ ധനം സംഭരിക്കാമെന്ന് ആലോചിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, every government estimates the expenditure. Thereafter, the government goes for finding the revenue. ഈ പറഞ്ഞ ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ വരുമാനം കണ്ടെത്താന്ന് നോക്കുന്നു. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബഡ്ജറ്റിങ്ങിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് വിളിക്കുന്നത്. ആൻഡ് ദർ ആർ മെയിൻലി 3 ടൈപ്സ്. ഒന്ന് ബാലൻസ്ഡ് ബഡ്ജറ്റ്, മറ്റൊന്ന് സർപ്ലസ് ബഡ്ജറ്റ്, മറ്റൊന്ന് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. സോ ഡിഫറെന്റ് ബഡ്ജറ്റിംഗ് ഉണ്ട്. അതിലൊന്ന് ബാലൻസ്ഡ് ബഡ്ജറ്റ്. എന്താണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ, ഇൻ ദ കേസ് ഓഫ് ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർക്കാരിന്റെ വരുമാനം, സർക്കാരിന്റെ ചെലവ്, ഇവ രണ്ടും എന്തായിരിക്കും? സമമായിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് എ ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർക്കാർ കളക്ട് ചെയ്യുന്ന റവന്യൂ ബോറോയിങ് ഉൾപ്പെടെ അല്ല കേട്ടോ, ബോറോയിങ് ഇല്ലാതെ, കടം വാങ്ങലില്ലാതെ സർക്കാർ കളക്ട് ചെയ്യുന്ന റവന്യൂ വിൽ ബി ഈക്വൽ ടു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. സോ നോക്കുക, ഗവൺമെന്റ് ഇൻകം വിൽ ബി ഈക്വൽ ടു ഗവൺമെന്റ് പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ. അതായത് വരുന്ന വർഷം സപ്പോസ് ഗവൺമെന്റ് പറയാണ്, വി ആർ ഗോയിങ് ടു പെർഫോം ഓർ വി ആർ ഗോയിങ് ടു കണ്ടക്ട് 100 crore എക്സ്പെൻഡിച്ചർ, 100 കോടിയുടെ ചെലവുകൾ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് ഗവൺമെന്റ് പറയുകയാണ്. എന്നിട്ട് ഈ 100 കോടിയെ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് റവന്യൂ വഴി മൊബിലൈസ് ചെയ്യുന്നു. ടാക്സ് റവന്യൂ, ഡയറക്ട് ടാക്സ് വഴി, ഇൻഡയറക്ട് ടാക്സ് വഴി, അതുപോലെ നോൺ ടാക്സ് വഴി, അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴി, ബോറോയിങ് ഇല്ല, കടമാങ്ങലില്ലാതെ എന്ത് ചെയ്യുന്നു? മൊബിലൈസ് ചെയ്യുന്നു. സോ 100 കോടി റവന്യൂ, 100 കോടി എക്സ്പെൻഡിച്ചർ. ഇതാണ് എന്ത്? ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. മറ്റൊന്നാണ് സർപ്ലസ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ് എന്താ പ്രത്യേകത? പേര് പോലെ തന്നെ, ഇൻ ദ കേസ് ഓഫ് സർപ്ലസ് ബഡ്ജറ്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വിൽ ബി ലെസ് ദാൻ ഗവൺമെന്റ് റവന്യൂ. സപ്പോസ് നമ്മുടെ ഗവൺമെന്റ് 100 കോടിയുടെ ചെലവുകൾ നടത്താൻ തീരുമാനിച്ചു. ആൻഡ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ, ദിസ് ഈസ് ദ എക്സ്പെൻഡിച്ചർ. 100 കോടിയാണെന്ത്? I think we can use the whiteboard. $100 കോടിയാണെന്ത്? സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ. എന്നാൽ സർക്കാർ മൊബിലൈസ് ചെയ്യുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇറ്റ് ഈസ് 150 crore. ഇതാണെന്ത്? ഒരു സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. സോ വെൻ റവന്യൂ is equal to expenditure, ഇതിന് പറയുന്നതായിരുന്നു ബാലൻസ്ഡ് ബഡ്ജറ്റ്. ബാലൻസ്ഡ് ബഡ്ജറ്റ്. വെൻ റവന്യൂ ഈസ് ഹയർ ദാൻ എക്സ്പെൻഡിച്ചർ, അതിന് പറയുന്നതാണ് സർപ്ലസ് ബഡ്ജറ്റ്. അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഈസ് ലെസ് ദാൻ റവന്യൂ, ഓർ റവന്യൂ ഈസ് ഹയർ ദാൻ എക്സ്പെൻഡിച്ചർ. രണ്ട് രീതിയിലും പറയാം. സോ എപ്പോഴൊക്കെ ആയിരിക്കാം നമ്മുടെ ഗവൺമെന്റ് ഒരു സർപ്ലസ് ബഡ്ജറ്റ് പ്രിഫർ ചെയ്തത്?
At which all situation the government can prefer a surplus budget? പറയാം, എപ്പോഴൊക്കെ ആയിരിക്കാം ഒരു സർപ്ലസ് ബഡ്ജറ്റ് ഗവൺമെന്റ് പ്രിഫർ ചെയ്യുന്നത്? എപ്പോഴൊക്കെ ആയിരിക്കാം? Can anyone comment? ഒന്ന് ആലോചിച്ചു നോക്കൂ. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? സർക്കാർ ചെലവ് കുറയ്ക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സർക്കാർ എന്ത് ചെയ്യാണ്? ചെലവ് കുറയ്ക്കുന്നു, വരുമാനം കൂടുതൽ കണ്ടെത്തുന്നു. ഗവൺമെന്റ് ഈസ് മൊബിലൈസിങ് മോർ റവന്യൂ, ഗവൺമെന്റ് ഈസ് കളക്ടിങ് മോർ മണി ഫ്രം ദ എക്കണോമി. പക്ഷെ എന്താ, കളക്ട് ചെയ്യുന്ന അത്രയും തുക ഗവൺമെന്റ് എക്കണോമിയിലേക്ക് ഇറക്കുന്നില്ല, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നില്ല. എപ്പോഴായിരിക്കാം അപ്പോ സർപ്ലസ് പ്രിഫർ ചെയ്യുന്നത്? വെരി ഗുഡ് മാം. നമ്മുടെ സിന്ധു മാം പറഞ്ഞ പോലെ, whenever there is high inflation. സോ നമ്മള് ആദ്യ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മള് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ പോകാൻ ഉദ്ദേശിക്കുന്ന എക്സാമ്പിൾ. ഹൗ മെനി ഓഫ് യു റിമെമ്പർ ദ എക്സാമ്പിൾ? നമ്മുടെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്ത കാര്യം ആദ്യ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതാണ്. സോ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് 5 ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്തു. വിച്ച് മീൻസ് എല്ലാവരുടെയും കയ്യിലുള്ള പൈസ ഓർ മണി സപ്ലൈ വർദ്ധിച്ചു, എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന തുക വർദ്ധിച്ചു, നിങ്ങളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിച്ചു, നിങ്ങൾക്ക് സാധനം വാങ്ങാനുള്ള ശേഷി വർദ്ധിച്ചു. എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്, എല്ലാവർക്കും പർച്ചേസിംഗ് പവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡും എന്ത് ചെയ്യും? വർദ്ധിക്കും. കാരണം എന്താ? എവരിവൺ ഹാസ് മണി, എല്ലാവരുടെയും പൈസയുണ്ട്. സോ എവരിവൺ ക്യാൻ പർച്ചേസ്, എവരിവൺ ക്യാൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ്. ഗുഡ്സിന് വേണ്ടി എന്ത് ചെയ്യാം? ഡിമാൻഡ് ചെയ്യാം. സോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഡിമാൻഡ് ഹൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? സപ്ലൈ സെയിം ആണ്. പെട്ടെന്ന് ഡിമാൻഡ് ഹൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ there will be chance for inflation. സോ ഒരു എക്കണോമിയിൽ മണി സപ്ലൈ വർദ്ധിക്കുന്നത്, ഒരു എക്കണോമിയിൽ പണലഭ്യത വർദ്ധിക്കുന്നത്, മണി സപ്ലൈ വർദ്ധിക്കുന്നത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റത്തിന് കാരണമാക്കാം. ഓർമ്മയുണ്ടോ? അത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, at which all situations there is rise in the price hike of goods. നമ്മുടെ നന്ദകുമാർ സാർ ഡൗട്ട് ചോദിച്ചൊരു എക്സാമ്പിൾ. നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഇരുന്നപ്പോൾ ആദ്യം എല്ലാവരും എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് എടുത്തു, എന്നാൽ പിന്നീട് എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് സീറ്റ് വേണമെന്ന് ഡിമാൻഡ് ചെയ്തു. പക്ഷെ എന്താ കുഴപ്പം? ഫസ്റ്റ് ക്ലാസ് സീറ്റ് എണ്ണമില്ലായിരുന്നു, കുറച്ചെണ്ണ ഉള്ളായിരുന്നു. പക്ഷെ എല്ലാവർക്കും എന്ത് വേണം? ആ സീറ്റ് വേണം, കാരണം എല്ലാവരുടെയും പൈസയായി. പക്ഷെ എന്ത് പറ്റി? എയർ ഇന്ത്യ പെയ്യനെ അതിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്തു, ഇല്ലേ? ഓർമ്മയില്ലേ? ചൂട് നോക്കൂ, whenever ഒരു എക്കണോമിയിൽ പണപ്പെരുപ്പം ഉണ്ടെങ്കിൽ, വിലക്കയറ്റം ഉണ്ടെങ്കിൽ, ഗവൺമെന്റ് എന്ത് ചെയ്യാം? മണി സപ്ലൈ കുറയ്ക്കാൻ നടപടി എടുക്കാം. സർക്കാരിന് എക്കണോമിയിലേക്കുള്ള മണി ഫ്ലോ കുറയ്ക്കാൻ വേണ്ടി നടപടി എടുക്കാം. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ക്യാൻ റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ. സർക്കാരിന്റെ ചെലവുകൾ, സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് എന്ത് ചെയ്യാം? ചുരുക്കാം. സോ വി ക്യാൻ സി, whenever an economy is facing severe inflation, every government should prefer surplus budget. റവന്യൂ കൂടുതലായിരിക്കണം, ചെലവ്, that is surplus budget. And next type ആണ് deficit budget. Deficit budget. So balanced budget, surplus budget, then deficit budget. എന്താ പ്രത്യേകത ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ? നമ്മൾ പഠിച്ചതാണ്. ഈ പറഞ്ഞ രണ്ട് കേസിലും, ഒരു കേസിൽ ഈക്വൽ, ഒരു കേസിൽ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇതെന്തായിരിക്കാം? റവന്യൂ ലെസ് ദാൻ എക്സ്പെൻസ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഇൻകം, സർക്കാരിന്റെ റവന്യൂ മൊബിലൈസേഷൻ വിൽ ബി ലെസ് ദാൻ സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ. സപ്പോസ് നമ്മുടെ ഗവൺമെന്റ് ഇനിഷ്യലി ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ 150 കോടിയുടെ ചെലവുകൾ വിലയിരുത്തി. എന്നാൽ ഈ 150 കോടി കണ്ടെത്താൻ ചെയ്യുന്നില്ല, ഗവൺമെന്റ് കഴിയുന്നില്ല. ടാക്സ് വഴിയും നോൺ ടാക്സ് വഴിയും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴിയൊക്കെ നോക്കുമ്പോൾ, സപ്പോസ് ദ ഗവൺമെന്റ് ഈസ് ഗെറ്റിംഗ് ഓൺലി 100 crore.
100 കോടി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? റവന്യൂ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ടാക്സും നോൺ ടാക്സ് റവന്യൂ വഴി മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഡിസ്ഇൻവെസ്റ്റ് വഴിയൊക്കെ അത്ര കിട്ടുന്നുള്ളൂ. സോ ദർ ഇസ് എ ഗ്യാപ്പ്. സർക്കാരിന്റെ റവന്യൂ, സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ആണെന്ത്? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ നമ്മൾ പറയുന്ന കമ്മി. കേട്ടിട്ടുണ്ടോ? റവന്യൂ കമ്മി, ധനക്കമ്മി എന്ന് പറഞ്ഞ കുറെ കേൾക്കാം. മറ്റേ കമ്മിയല്ല, അത് വേറെ, നമ്മൾ ട്രോളിലൊക്കെ കാണാം, അതല്ല. ഇതെന്താ പറഞ്ഞേ? when the expenditure of the government is higher than the revenue. സർക്കാർ എസ്റ്റിമേറ്റ് ചെയ്ത റവന്യൂ സർക്കാരിന്റെ എക്സ്പെൻഡിച്ചറേക്കാൾ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ എസ്റ്റിമേറ്റ് ചെയ്ത എക്സ്പെൻഡിച്ചർ സർക്കാരിന്റെ റവന്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ, തിരിച്ചു മറിച്ചും പറയാം. either expenditure is more than revenue or revenue is less than expenditure. This is the deficit budget. നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ, കേരളം എടുക്കുകയാണെങ്കിൽ, we have been practicing this deficit budget for the last few years. കുറെ നാളായിട്ട്, 10-20 years ആയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു more than 20+ years we have been practicing deficit budget ആണ്. സോ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സർക്കാരിന്റെ ചെലവ് കൂടുതലാണ്, മൊബിലൈസ് ചെയ്യുന്ന റവന്യൂ കുറവാണ്. ആ ഗ്യാപ്പ് വരുമ്പം എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെന്റിന്, സർക്കാരിന് ബോറോ ചെയ്യേണ്ടി വരും, കടം വാങ്ങേണ്ടി വരും. സോ whenever there is a gap between expenditure and revenue of the government will be forced to borrow money from the country. And you can see these are the different types of budgeting: balanced budgeting, surplus budgeting, then deficit budgeting. And നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് the different types of deficits in the budget ആണ്. നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ പ്രതിപാദിക്കുന്ന different types of deficits ആണ്. Any doubt till now? എന്തെങ്കിലും സംശയം ഉണ്ടോ? സാറേ, ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഗവൺമെന്റ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ, അതോ അത് ഇക്കോണമിയുടെ സിറ്റുവേഷൻ കാരണം അങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ? മനഃപൂർവ്വം ചെയ്യുന്നതാണ്. സിറ്റുവേഷൻ കാരണം ഉണ്ട്, മനഃപൂർവ്വം ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ടായിരിക്കാം ഗവൺമെന്റ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ചെയ്യുന്നത്? മെയിൻലി ടു പ്രൊമോട്ട് ഗ്രോത്ത് ആണ്. നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം സർക്കാർ നമ്മുടെ എക്കണോമിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, സർക്കാർ എക്കണോമിയിൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ, ഇറ്റ് ഈസ് പ്രൊമോട്ടിങ് ഗ്രോത്ത് ആണ്. സോ നമ്മുടെ എക്കണോമിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഗവൺമെന്റ് ക്യാൻ സ്പെൻഡ് മോർ മണി, ഗവൺമെന്റ് ക്യാൻ ഇൻക്രീസ് ദ എക്സ്പെൻഡിച്ചർ. ആൻഡ് കറന്റ്ലി ഞാൻ പറഞ്ഞല്ലോ, കാലങ്ങളായിട്ട്, കഴിഞ്ഞൊരു 20+ years ആയിട്ട് we have been continuously having, നമുക്ക് എന്താ ഒരു more than 2 decades, 2 ഒന്നുമല്ല, 1980s ശേഷം നോക്കുമ്പോൾ മിക്ക വർഷവും എന്താണ്? we are having deficit financing ആണ്, or deficit budgeting ആണ്. എന്താണ്? സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ദ റവന്യൂ. അതിന് കാരണം എന്താണ്? മെയിൻലി ടു പ്രൊമോട്ട് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഇന്ത്യയില് എംപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കുക. നമുക്കറിയാലോ, സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുമ്പോൾ, സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പണന്റ് വിച്ച് ഈസ് പ്രൊമോട്ടിങ് GDP. ഒരു കൺട്രിയുടെ GDP പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ത്? സർക്കാർ നടത്തുന്ന ചെലവുകൾ. സോ ഈ പറഞ്ഞ സർക്കാർ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുമ്പോൾ അവിടെ ഗ്രോത്ത് വർദ്ധിക്കുന്നു. ഗ്രോത്ത് വർദ്ധിക്കുന്ന ഭാഗമായിട്ട് എംപ്ലോയ്മെന്റ് വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ ആ എക്കണോമിയിലുള്ള മറ്റുള്ള മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് GDP ഗ്രോത്ത്, ലൈക്ക് റിഡക്ഷൻ ഇൻ അൺഎംപ്ലോയ്മെന്റ്, ദെൻ ഈ പറഞ്ഞ പോവർട്ടി റിഡക്ഷൻ, വെൽഫെയർ ഇംപ്രൂവ്മെന്റ്, ഇതൊക്കെ എന്ത് ചെയ്യും? അവിടെ നടക്കും. അതിനുവേണ്ടിയാണ് ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റിംഗ് ഗവൺമെന്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഈ രീതിയിലാണ് എന്ത് ഗവൺമെന്റ് വകയിരുത്തുന്നത്. സോ എന്ത് ചെയ്യുന്നു? കടം വാങ്ങും. ഗ്യാപ്പുള്ള എമൗണ്ട് കടം വാങ്ങും. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായോ സർ? ഓക്കെ. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ് ആണ്.
നമ്മുടെ ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ്, കമ്മികൾ. ഓക്കെ, നമ്മുടെ കമ്മീസ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് റവന്യൂ ഡെഫിസിറ്റ്, റവന്യൂ കമ്മി. സോ നമ്മള് ബഡ്ജറ്റ് അനൗൺസിന് ശേഷമേ ചർച്ച കാണാം. നമ്മുടെ ബാക്കിയുള്ള കേരള ചാനൽ കണ്ടിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ഇപ്പൊ ദൂരദർശനകത്തൊക്കെ ചർച്ച ചെയ്താറുണ്ട്. ദൂരദർശനകത്ത് ചർച്ച ഈ പറഞ്ഞ ബഡ്ജറ്റിനെ പറ്റി വരാറുണ്ട്, കേരളത്തിന്റെ ആയാലും ഇന്ത്യയുടെ ആയാലും. ആൻഡ് ഇഫ് യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു സീ ദാറ്റ് ഡിബേറ്റ് ഓർ ഡിസ്കഷൻ, അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല വിവരമുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് അവർ നല്ല വിശദമായിട്ട് ഈ പറഞ്ഞ ബഡ്ജറ്റിനെ വിശകലനം ചെയ്യും. അപ്പൊ അന്ന് അവർ പറയുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നതാണ് റവന്യൂ കമ്മി ശ്രദ്ധിക്കണമായിരുന്നു, അല്ലെങ്കിൽ ധനക്കമ്മി നോക്കണമായിരുന്നു എന്നൊക്കെ പറയണം. അത് പറയുന്ന റവന്യൂ കമ്മിയാണ് ഫസ്റ്റ് പറയുന്നത്, റവന്യൂ ഡെഫിസിറ്റ്. സോ whenever there is a gap in revenue expenditure and revenue receipt, അതാണ് എന്ത് റവന്യൂ ഡെഫിസിറ്റ്. സർക്കാരിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറും സർക്കാരിന്റെ റവന്യൂ റെസിറ്റും തമ്മിലുള്ള ഗ്യാപ്പ് ഓർ ഡിഫറൻസ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസിറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് റവന്യൂ ഡെഫിസിറ്റ്. സോ റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിറ്റും തമ്മിലുള്ള ഗ്യാപ്പാണ്. സപ്പോസ് നമ്മുടെ സർക്കാരിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ 150 കോടി എന്ന് വിചാരിക്കുക. 150 കോടിയാണെന്ന് സർക്കാരിന്റെ റവന്യൂ ചെലവുകൾ. സർക്കാരിന്റെ റവന്യൂ റെസിപ്റ്റ് 100 കോടി എന്ന് വിചാരിക്കുക. സോ നമ്മുടെ കേരളത്തിന്റെ കേസ് പറയുമ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയാണ്. സർക്കാരിന്റെ റവന്യൂ ചെലവുകൾ വളരെ കൂടുതലും റവന്യൂ വരവ് വളരെ കുറവാണ്. സോ റവന്യൂ വരവ് 100 രൂപ എന്ന് വിചാരിക്കുക. സോ എത്ര ഗ്യാപ്പ്? 150 മൈനസ് 100, 50 റുപ്പീസ് ആണെന്ത്, 50 ക്രോർ ആയിരിക്കും. 100 കോടി, 150, 100 കോടി ആൻഡ് 50 കോടി ആയിരിക്കും എന്ത് ഈ പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റ് ഓർ റവന്യൂ കമ്മി എന്ന് പറഞ്ഞ. സോ അറിയേണ്ട കാര്യം, ഈ പറഞ്ഞ റവന്യൂ കമ്മി സർക്കാരിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റർ ആണ്. സർക്കാരിന്റെ എക്കണോമിക്കുള്ള അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ എക്കണോമിയുടെ ഒരു നല്ല ഇൻഡിക്കേറ്റർ ആണ് റവന്യൂ കമ്മി കൂടുക എന്ന് പറയുമ്പോൾ. അല്ല, ആണ്. പറഞ്ഞോളൂ സാർ, കേട്ടില്ല. അബ്ദുള്ള സാർ, ഹലോ. നോ, ഹലോ, അല്ല എന്ന് പറഞ്ഞതാണ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. സോ എന്താണ് അല്ല? കാരണം എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സർക്കാരിന്റെ റവന്യൂ ചെലവുകൾ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന എന്താണ്? ദീസ് ആർ ദ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ആ സർക്കാരിന് ആസ്തി ക്രിയേറ്റ് ചെയ്യാത്ത, സർക്കാരിന് അസറ്റ് ക്രിയേറ്റ് ചെയ്യാത്ത, സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കാത്ത ചെലവുകൾ അല്ലേ? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താ? ദീസ് ആർ ദ എക്സ്പെൻഡിച്ചർ വിച്ച് നെയ്തർ റെഡ്യൂസ് ലയബിലിറ്റി നോർ ക്രിയേറ്റ്സ് അസറ്റ്സ്. സർക്കാർ ഈ ചെലവ് ചെയ്യുന്നത് വഴി സർക്കാരിന്റെ ബാധ്യത കുറയുന്നില്ല, അതുപോലെ സർക്കാരിന്റെ ലയബിലിറ്റി കുറയുന്നില്ല, അതുപോലെ സർക്കാരിന്റെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. സോ നോർത്ത് നോക്കുക, സർക്കാരിന്റെ റവന്യൂ വരുമാനം പോലും, സർക്കാർ കളക്ട് ചെയ്യുന്ന ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, അവയെല്ലാം എടുത്തിട്ട് പോലും എന്ത് പറ്റുന്നില്ല? ഈ പറഞ്ഞ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിന് സർക്കാരിന് തികയുന്നില്ല. അതായത് 100 കോടി വരുമാനം കിട്ടി, എന്നാൽ 150 കോടിയാണെന്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താ? ഒരു അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ അല്ലേ? കാരണം എന്താ? ഒരു ആസ്തി ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ നേരെ മറിച്ച് സർക്കാർ ഒരു റോഡ് പണിയുന്നു, ഒരു പാലം പണിയുന്നു, ഒരു ബിൽഡിംഗ് പണിയുന്നു, ഇതെല്ലാം എന്താണ്? പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ ആണ്. സോ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ പറയാൻ കാരണം എന്താ? ദിസ് ക്രിയേറ്റ്സ് അസറ്റ്സ് ഓർ ദിസ് റെഡ്യൂസ് ലയബിലിറ്റി. അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇവിടെ നോക്കൂ, ഇവിടെ അതല്ല. ഇവിടെ നോക്കുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ റവന്യൂ റെസിപ്റ്റ്, എന്തുണ്ടാവും അവിടെ? റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാവും. സോ വെൻ എ സ്റ്റേറ്റ് ഓർ വെൻ എ കൺട്രി ഈസ് എക്സ്പീരിയൻസിങ് റവന്യൂ ഡെഫിസിറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ദ ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദ എക്കണോമി. ആ എക്കണോമിയുടെ ഫിസിക്കൽ ഹെൽത്ത് നല്ലതല്ല എന്നായിരിക്കും അത് മീൻ ചെയ്യുന്നത്.
Then the second type of deficit is fiscal deficit, the most important deficit which we need to focus in our exam. So നമ്മുടെ എക്സാമിൽ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട, ധാരാളം ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഡെഫിസിറ്റ് ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഓർ ധനക്കമ്മി എന്ന് മലയാളത്തിൽ പറയും. ഫിസിക്കൽ ഡെഫിസിറ്റ്. First of all, we can see the equation of this fiscal deficit. So fiscal deficit means it is the difference between total expenditure. It is the difference between total expenditure and total receipt excluding borrowings, or it is the difference between total expenditure and non-debt creating receipt, or it is the difference between total expenditure and revenue receipt plus capital receipt minus borrowings. ഇവയെല്ലാം എന്താ സെയിം ആണ്. നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എന്തിന്റെയും ഡിഫറൻസ് ആണ്. ഒന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, നമ്മുടെ സർക്കാരിന്റെ മൊത്തം ചെലവിൽ നിന്ന് സർക്കാരിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതാണ് എന്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതാണ് എന്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ടോട്ടൽ റെസീപ്റ്റ്. നമുക്കറിയാം ടോട്ടൽ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? റവന്യൂ റെസീപ്റ്റ് വരും, അതേപോലെ ക്യാപിറ്റൽ റെസീപ്റ്റ് വരും. ദാറ്റ് ഈസ് ടോട്ടൽ റെസീപ്റ്റ്, സർക്കാരിന്റെ മൊത്തം വരവ്. ഈ പറഞ്ഞ ടോട്ടൽ റെസീപ്റ്റ് എടുക്കുന്നില്ല എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്. സോ ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ ഏത് റെസിപ്റ്റ് വരുന്നതാണ്? റവന്യൂ റെസിപ്റ്റ് ആണോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ? ബോറോയിങ്സ് ക്യാപിറ്റൽ ഡെബ്റ്റ് റെസിപ്റ്റ്സ്. വെരി ഗുഡ്. നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ റെസിപ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു, ക്യാപിറ്റൽ ഡെറ്റ് റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ നോൺ ഡെറ്റ് റെസിപ്റ്റ്. ഓർമ്മയുണ്ടല്ലോ, ക്യാപിറ്റൽ റെസിപ്റ്റിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. സർക്കാരിന് കിട്ടുന്ന മൂലധന വരുമാനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ക്യാപിറ്റൽ ഡെറ്റ് റെസീപ്റ്റ്, അതായത് സർക്കാർ ഈ പറഞ്ഞ ധനം സമാഹരിക്കുമ്പോൾ there will be liability, there will be debt creation. അവിടെ ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സർക്കാരിന് ഒരു കടം ക്രിയേറ്റ് ചെയ്യുന്നു. അതാണെന്ത് ക്യാപിറ്റൽ ഡെറ്റ് റെസീപ്റ്റ്. അവിടെ വരുന്നത് എന്തായിരുന്നു? ഒരെണ്ണേ ഉള്ളൂ, അതാണ് ബോറോയിങ്. സർക്കാർ ഡൊമസ്റ്റിക്കലിയും അതുപോലെ ഇന്ത്യക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന കടങ്ങൾ, അതാണ് എന്ത് വരുന്നത്? ബോറോയിങ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡെറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പറഞ്ഞ എന്താണ്? ടോട്ടൽ റെസിപ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ടോട്ടൽ റെസിപ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ബോറോയിങ്സ് കുറയ്ക്കുക. അതായത് നമ്മള് റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, അതിന്റെ ധാരാളം എൻട്രീസ് ഉണ്ട്. ടാക്സ്, നോൺ ടാക്സ് വരുന്നുണ്ട്. ദെൻ ക്യാപ് റെസിപ്റ്റ് ഉണ്ട്, അതിന് താഴെ ബോറോയിങ്സ്, ദെൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ദെൻ റിക്കവറി ഓഫ് ലോൺസ്. ഇതെല്ലാം എവിടെ വരുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റിലാണ്. അതിൽ നിന്ന് ഇതങ്ങ് മാറ്റുക. ഏത്? ബോറോയിങ്സ് അങ്ങ് മാറ്റുക. അതാണ് എന്ത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ദ ബോറോയിങ്സ്. സോ ബോറോയിങ്സ് മാറ്റിയുള്ള മൊത്തം റെസിപ്റ്റ് അതെന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. എവിടെ നിന്ന്? ഫ്രം ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഓർ വി ക്യാൻ ഫർദർ മോഡിഫൈ ദിസ് ഇക്വേഷൻ. അങ്ങനെ മോഡിഫൈ ചെയ്യാം. TE മൈനസ് ഓഫ് റവന്യൂ റെസിപ്റ്റ് പ്ലസ് ക്യാപിറ്റൽ റെസിപ്റ്റ് മൈനസ് ബോറോയിങ്സ്.
ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്? കാരണം എന്താ? സെയിം അല്ലേ? സെയിം ആണ്. അടുത്ത് നോക്കൂ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് റെസീപ്റ്റ്. സർക്കാരിന് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യാത്ത റെസിപ്റ്റ് ഏതൊക്കെ വരും? ഇഫ് ഐ എം സെയിങ് വാട്ട് ആർ ദ നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ്, സർക്കാരിന് ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യാത്ത, സർക്കാരിന് ഒരു കടം ക്രിയേറ്റ് ചെയ്യാത്ത റെസിപ്റ്റ് ഏതൊക്കെയുണ്ട്? റവന്യൂ റെസിപ്റ്റ് ഉണ്ട്. കാരണം റവന്യൂ റെസിപ്റ്റ് പ്രത്യേകത എന്താ? ഇറ്റ് നെയ്തർ ക്രിയേറ്റ്സ് ലയബിലിറ്റി നോ റെഡ്യൂസ് അസറ്റ്സ് ആണ് റവന്യൂ റെസിപ്റ്റ്. സർക്കാരിന് ആസ്തി കുറയില്ല, അതുപോലെ സർക്കാരിന് ബാധ്യത ക്രിയേറ്റ് ചെയ്യത്തില്ല. അതാണ് റവന്യൂ റെസിപ്റ്റ്. നമ്മുടെ ടാക്സ് റവന്യൂ, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, നമ്മുടെ നോൺ ടാക്സ്, അതാണ് എന്ത്? റവന്യൂ റെസിപ്റ്റ്. ദെൻ there is ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്. എന്നാൽ അതിൽ രണ്ട് ഭാഗമുണ്ട്. ക്യാപിറ്റൽ ഡെറ്റും ഉണ്ട്, ക്യാപിറ്റൽ നോൺ ഡെറ്റും ഉണ്ട്. ഇതില് ഡെറ്റ് സ്ഥാനത്ത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അത് മാത്രമായിരിക്കും എന്ത്? നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ PSC കഴിഞ്ഞ 2022 തൊട്ട് നോക്കുമ്പോൾ, if you are seeing the degree level questions, mains degree level questions, അവിടെ ഒബ്ജക്റ്റീവ് ആണ് മെയിൻസും ഫോർ ഡിഗ്രി ലെവൽ എക്സാം. ആ സമയത്ത് they are currently asking concepts. ഈ പറഞ്ഞ GDP നമ്മൾ കണ്ട ഓർമ്മയുണ്ടോ? GDPയുടെ ഇക്വേഷൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ് ചോദിക്കുന്നതാണ്. ആൻഡ് ഈ ഇടയ്ക്ക് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് there was a question regarding fiscal deficit. ഇതിന് ഇക്വേഷൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ ദർ ആർ ഡിഫറെന്റ് ഇക്വേഷൻസ്. നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം കൃത്യം ഇക്വേഷൻ ഏതാണ്. സോ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഏത് മാത്രമാണ്? ഇത്ര അറിഞ്ഞാൽ മതി. TE മൈനസ് RR പ്ലസ് CR മൈനസ് ബോറോയിങ്സ്. ഇതാണ് ഇക്വേഷൻ. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഇക്വേഷൻ ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇഫ് യു നോ ദിസ് ഇക്വേഷൻ, ബാക്കി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാം? യു ക്യാൻ. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇഫ് യു നോ ദിസ് ഇക്വേഷൻ, ബാക്കി എന്തൊക്കെ ഇക്വേഷൻ പറഞ്ഞാലും നിങ്ങൾക്ക് അത് ശരിയാണോ അല്ലേന്ന് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റിനെ വി ക്യാൻ റൈറ്റ് ഇൻ മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇക്വേഷൻ മനസ്സിലായല്ലോ? ഫിസിക്കൽ ഡെഫിസിറ്റ്. ആൻഡ് ദിസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇന്ത്യൻ ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ദ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് was started in Indian budget as per the recommendation of a committee, Sukhmoy Chakravarti Committee. Sukhmoy Chakravarti Committee. So, Sukhmoy Chakravarti Committee 1997-98 അതിനുശേഷമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. So, this fiscal deficit was measured in Indian budget since 1997-98. 1997-98 ആ കാലം മുതലാണ് ഇന്ത്യയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് മെഷർ ചെയ്യാൻ തുടങ്ങിയത്, ബഡ്ജറ്റ് പ്രതിപാദിക്കാൻ തുടങ്ങിയത്. ആൻഡ് ദിസ് വാസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് സുഖ്മോയ് ചക്രവർത്തി കമ്മിറ്റി. സോ സുഖ്മോയ് ചക്രവർത്തി കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന ടേം നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ഓക്കെ. സോ നമുക്ക് we can mathematically relate this equation. Suppose ഒരു കൺട്രിയുടെ റവന്യൂ റെസിപ്റ്റ് ഇറ്റ് ഈസ് 100 കോടി ആയിരിക്കാം. റവന്യൂ ചെലവുകൾ സപ്പോസ് ഇറ്റ് ഈസ് 150 കോടി ആയിരിക്കാം. അതുപോലെ ക്യാപിറ്റൽ റെസിപ്റ്റ് സപ്പോസ് ഇറ്റ് ഈസ് 100 കോടി ആയിരിക്കാം. കപ്പാസിറ്റി 100 കോടി. ഒരു മിനിറ്റ്. കപ്പാസിറ്റി 100 കോടി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സപ്പോസ് ഇറ്റ് ഈസ് 50 കോടി വെച്ചു. സോ ദിസ് ഈസ് the total revenue, receipt, capital receipt, revenue expenditure, and capital expenditure of the government.
സോ നോക്കുക എത്രയാണ്? സോ 100 കോടിയാണ് റവന്യൂ വരുമാനം, 100 കോടിയാണ് മൂലധന വരുമാനം, 150 കോടിയാണ് റവന്യൂ ചെലവ്, 50 കോടിയാണ് മൂലധന ചെലവ്. ഓക്കെ. ആൻഡ് ഈ റവന്യൂ ഈ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റില് സപ്പോസ് 20 കോടി, ക്യാപിറ്റൽ റെസിപ്റ്റില് 20 കോടി, 20 കോടി വേണ്ട 50 കോടി. ഇവര് കുറെ അപ്ഡേറ്റ് കൊണ്ടുവന്നു സൂമുകാര്. ഇതിന്റെ എല്ലാം മാറി, ഇതിന്റെ പൊസിഷൻ എല്ലാം മാറി. ഈ പെന്നിന്റെ ഒക്കെ ഇതുണ്ടല്ലോ, റൈറ്റിംഗ് ഒരു ടേബിൾ ഉണ്ട്, അതെല്ലാം മാറി വേറെ എവിടെ. സോ സപ്പോസ് ക്യാപിറ്റൽ റെസിപ്റ്റില് 50 കോടി ബോറക്സ് എന്ന് കരുതുക. ഓക്കെ. നോക്കിയേ, റവന്യൂ റെസിപ്റ്റ് 100 കോടി, റവന്യൂ എക്സ്പെൻഡിച്ചർ 150 കോടി, ക്യാപിറ്റൽ റെസിപ്റ്റ് 100 കോടി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 50 കോടി. ആൻഡ് ഈ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റില് 50 കോടി എന്താണ്? ബോറോയിങ്സ് ആണ്. ഓക്കെ. ക്യാപിറ്റൽ റെസിപ്റ്റില് 50 കോടി ബോറോയിങ്സ് ആണ്. സോ നമുക്ക് ഓരോ നോക്കാം. ഫസ്റ്റ് വന്നത് റവന്യൂ ഡെഫിസിറ്റ്. എന്തായിരുന്നു? റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. 150 കോടി മൈനസ് 100 കോടി എത്രയാണ്? 50 കോടി. ദിസ് ഈസ് റവന്യൂ ഡെഫിസിറ്റ്. ദെൻ ഫിസിക്കൽ ഡെഫിസിറ്റ്. എന്താണ് ഇക്വേഷൻ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ്, അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ് പ്ലസ് ക്യാപിറ്റൽ റെസിപ്റ്റ് മൈനസ് ബോറോയിങ്സ്. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താ? ദിസ് പ്ലസ് ദിസ്, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതാണ് എന്ത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ 150 കോടി പ്ലസ് 50 കോടി, അതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ് എന്നല്ല പറഞ്ഞത്. ടോട്ടൽ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ 100 പ്ലസ് 100, റവന്യൂ റെസിപ്റ്റ് 100, ക്യാപിറ്റൽ റെസിപ്റ്റ് 100, മൈനസ് ബോറോയിങ്സ് എത്രയാണ്? 50. സോ എത്ര വരുന്നു? 150 പ്ലസ് 50, ഇത് എത്ര വരും? 200, മൈനസ് ഓഫ് 100 പ്ലസ് 100, 100 പ്ലസ് 100, 200. 200 നമുക്ക് പോയി കഴിഞ്ഞാൽ 150. സോ വിച്ച് ഈസ് ഈക്വൽ ടു 200 മൈനസ് 150, 50 കോടി കിട്ടുന്നു. സോ ഫ്രം ദിസ് മാത്തമാറ്റിക്കൽ calculation, can you deduce something? ഇത് കണ്ടിട്ട്, ഈ വാല്യൂ കണ്ടിട്ട് എന്തെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആഫ്റ്റർ സീയിങ് ദിസ് വാല്യൂ, ക്യാൻ എനിവൺ ഇന്റർപ്രറ്റ്? നമുക്ക് കിട്ടിയ ഈ വാല്യൂ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് പറയാം മാർക്കിൽ. എന്താണ് ഈ ഒരു കാൽക്കുലേഷൻ വഴി നിങ്ങൾക്ക് മനസ്സിലായത്? പറഞ്ഞോളൂ. വെരി ഗുഡ്. പോരട്ടെ, ബാക്കി എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കൊരു കാര്യം, നിങ്ങൾക്ക് അതിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പറയാം. കാരണം അത് തെറ്റാം ശരിയാവാം. നിങ്ങൾ ആ കൺവിക്ഷൻ തെറ്റാവണോ ശരിയാവണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് പറയണം. സോ ബാക്കി ഒന്നും പറയുന്നില്ലേ? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബോറോയിങ് ആയിട്ട് മാറി, ഈക്വൽ ഫിഗർ ആയി. വെരി ഗുഡ്. നോക്കുവാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ്, gross fiscal deficit is equal to net borrowings. വെരി ഗുഡ്, വെരി ഗുഡ്.
സോ വെൻ യു സീ ദിസ് വാല്യൂ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മള് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു. എന്താണ് ഇക്വേഷൻ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ് ഒക്കെയാണ്. എന്നാൽ ആക്ച്വലി എന്താ ഫിസിക്കൽ ഡെഫിസിറ്റ്? Fiscal deficit actually means the total borrowings that a government has to done to fill the gap between the expenditure and revenue. സർക്കാരിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് എത്ര രൂപ ഗവൺമെന്റ് കടം വാങ്ങണം, ആ കടം വാങ്ങുന്നതിനെ പറ്റിയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് പറയുന്നത്. സോ വെനെവർ, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ വാർത്ത കാണുമ്പോൾ whenever you are going to the term fiscal deficit, മനസ്സിലാക്കുക, it represents the amount of money that the government has to borrow from the market. എത്ര തുക ഗവൺമെന്റ് ബോറോ ചെയ്യണം, അതാണ് എന്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉദ്ദേശിക്കുന്നത്. സോ ദ ടേം ഫിസിക്കൽ ഡെഫിസിറ്റ്, it represents the borrowings that the government has to done in the market. എത്ര തുക ഗവൺമെന്റ് ഇന്റേണലിയും എക്സ്റ്റേണലിയും കടം വാങ്ങേണ്ടി വരും, അല്ലെ എത്ര തുക ഗവൺമെന്റ് മൊത്തത്തിൽ കടം വാങ്ങേണ്ടി വരും. ദാറ്റ് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇപ്പൊ ഒരാൾ സിമ്പിൾ ചോദിക്കുകയാണ്, ക്യാൻ യു സേ എന്താണ് ധനക്കമ്മി എന്ന് ഒന്ന് പറയാമെന്ന് ചോദിക്കുന്നു ഒരാള്. ധനക്കമ്മി എന്നത് പറയാമോ? ഇത്രയേ ഉള്ളൂ, സർക്കാരിന്റെ കടം. സോ ധനക്കമ്മി എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബോറോയിങ് ദാറ്റ് ദ ഗവൺമെന്റ് ഹാസ് ടു ഡൺ. ഒരു സാമ്പത്തിക വർഷം, മൊത്തം കടമല്ല, മൊത്തം ഡെറ്റല്ല, പറയുന്നത് എന്താണ്? ഒരു സാമ്പത്തിക വർഷമാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറില് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം സർക്കാരിന്റെ വരവും ചെലവും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര തുക ഗവൺമെന്റ് കടം വാങ്ങേണ്ടി വരും. ദാറ്റ് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ്. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഓർ ഫ്രം ദിസ് കാൽക്കുലേഷൻ വി ക്യാൻ അഗെയിൻ റൈറ്റ് an ഇക്വേഷൻ ഫോർ ഫിസിക്കൽ ഡെഫിസിറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ഡെഫിസിറ്റിന് വേറൊരു ഇക്വേഷൻ എഴുതാം. അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ബോറോയിങ്സ് ഓഫ് ദ ഗവൺമെന്റ്, സർക്കാരിന്റെ മൊത്തം കടം, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇന്റേണൽ ബോറോയിങ്സ്, എക്സ്റ്റേണൽ ബോറോയിങ്സ്, ദെൻ ബോറോയിങ് ഫ്രം RBI, RBIയുടെ വാങ്ങുന്ന കടങ്ങൾ, ഇന്റേണലി ഗവൺമെന്റ് വാങ്ങുന്ന കടങ്ങൾ. ഓർമ്മയല്ലേ, ഈ ഇടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, കേന്ദ്ര ഗവൺമെന്റ് 6 lakh crore രൂപ കടം വാങ്ങുന്നു എന്ന് പറഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ കടം വാങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് കേരളം. ഈ കേരളം മാസം 2000 കോടി വെച്ച് കടം എന്ന് കേൾക്കാറുണ്ട്. 2000 കോടി കടമെടുക്കുന്നു, 2000 കോടി കടമെടുക്കുന്നു. ആൻഡ് യു ക്യാൻ സി, ഈ 2000 കോടി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബോറോയിങ് ആണ്. സോ ഫിസിക്കൽ ഡെഫിസിറ്റ് വിൽ ബി ഈക്വൽ ടു ഡൊമസ്റ്റിക് ബോറോയിങ്സ് ഓഫ് ദ ഗവൺമെന്റ്, സർക്കാർ ഇന്ത്യക്കകത്തുനിന്ന് വാങ്ങുന്ന കടങ്ങൾ. ഡൊമസ്റ്റിക് ബോറോയിങ് എന്ന് പറയുമ്പോൾ ദേ ക്യാൻ ബോറോ ഫ്രം RBI എന്ന് വാങ്ങാം, അതുപോലെ ദേ ക്യാൻ ബോറോ ബൈ ഇഷ്യൂയിങ് സം ഇൻസ്ട്രുമെന്റ്സ്, ചില ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന വഴി എന്ത് ചെയ്യാം? കടം വാങ്ങാം. ഓർമ്മയുണ്ടോ ഞാനൊന്ന് പറഞ്ഞ കടപ്പത്രങ്ങളുടെ ലേലം വഴി, ട്രഷറി ബിൽസ് എന്ന് പറയും. എന്താ പറയുന്നത്? ട്രഷറി ബിൽസ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പേഴ്സ്. ട്രഷറി ബിൽസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പേഴ്സ്, ഇവയാണെന്ത്? സർക്കാർ കടം വാങ്ങാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്. ഒരു മുദ്രപത്രമാണ്. എന്ത്? നിങ്ങൾ എനിക്ക് പൈസ തരൂ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്ര ഈ പൈസ ഇത്ര കാലം കഴിഞ്ഞിട്ട് ഇത്ര പലിശയ്ക്ക് തിരിച്ചു തരാം, അതാണ് പറയുന്നത്. സോ ഈ പറഞ്ഞ ട്രഷറി ബിൽസ്, ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പേഴ്സ്, ഇവയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇവയ്ക്ക് ഇഷ്യൂ ചെയ്ത വഴി ഗവൺമെന്റ് കടം വാങ്ങും. അതേപോലെ എക്സ്റ്റേണലി എന്ത് ചെയ്യും? കടം വാങ്ങും. വിദേശത്ത് പോയിട്ട് വിദേശ സ്ഥാപനങ്ങളായിട്ടുള്ള വേൾഡ് ബാങ്ക്, IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇല്ലേ, അവിടെ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? കടം വാങ്ങാറുണ്ട്. അല്ലെങ്കിൽ കൺട്രീസ് നിന്ന് കടം വാങ്ങാറുണ്ട്, കൺട്രികളിൽ നിന്ന് കടം വാങ്ങും. അതിന് ഉദാഹരണമാണ്, ഈ ഇടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായിരുന്നു, നമ്മുടെ മുംബൈ ടു അഹമ്മദാബാദ് അവിടെ ഒരു തുരങ്കം പൂർത്തിയായെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് തുരങ്കം നിർമ്മിച്ചതെന്ന് അറിയാമോ? വാർത്ത ഉണ്ടായിരുന്നു. റീസെന്റ് മുംബൈ ടു അഹമ്മദാബാദിനിടയിൽ ഒരു തുരങ്കം പൂർത്തിയായെന്ന് വാർത്ത ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ആ തുരങ്കം നിർമ്മിച്ചത്? വാട്ട് വാസ് ദ എയിം ഓഫ് ദാറ്റ് ടണൽ? പറയാമോ? മിക്ക പേപ്പറിലും ഉണ്ടായിരുന്നു. ഇഫ് യു ആർ റീഡിംഗ് ഹിന്ദു
ഓർ മലയാളം പേപ്പർ രണ്ടിലും ഉണ്ട് വാർത്ത ഉണ്ടായി. ഫസ്റ്റ് ഫേസ് ഓഫ് ദാറ്റ് പ്രൊജക്ട് വാസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത്. നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് മുംബൈ ടു അഹമ്മദാബാദ് ഇടയിൽ. എന്താ പ്രൊജക്ട് നോക്കട്ടെ, കേട്ടിട്ടുണ്ടോ? മുംബൈ ഹൈസ്പീഡ് കോറിഡോർ ആണോ? റെയിൽവേയുടെ ഹൈസ്പീഡ് ആണ്, പക്ഷെ അതിന് പേരുണ്ട്. സാധാരണ ഒരു ട്രെയിൻ അല്ല അവിടെ വരുന്നത്, ബുള്ളറ്റ് ട്രെയിൻ. ഒരു സ്പെഷ്യൽ ട്രെയിൻ. എന്താണ്? ബുള്ളറ്റ് ട്രെയിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ബുള്ളറ്റ് ട്രെയിൻ. സോ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് ഇവിടെ വരെയാണ്? മുംബൈ ടു അഹമ്മദാബാദ് ആണ്. സോ മുംബൈ ടു അഹമ്മദാബാദ് ആണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട്. ആൻഡ് ദിസ് പ്രൊജക്ട് ഈസ് ഫണ്ടഡ് ബൈ ജപ്പാൻ ആണ്. സോ ജപ്പാന്റെ സഹായത്തോടുകൂടിയാണ് എന്ത് ആ പ്രോജക്ട് നിർമ്മിക്കുന്നത്. സോ ആ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് നല്ലൊരു പ്രൊജക്റ്റാണ്. നമ്മൾ പിന്നെ പഠിക്കും. when we are studying infrastructure, we will discuss about that project. So ആ പ്രൊജക്റ്റിനകത്ത് നോക്കുവാണെങ്കിൽ, in that project there is technology transfer also. നമ്മൾ വെറുതെ നിർമ്മിക്കുക മാത്രമല്ല, ഏകദേശം 1,00,000 കോടി മേലെയാണ്, 1.1 lakh crore അങ്ങാണ്ടാണ് നമ്മൾ കടമെടുക്കുന്നത്. ആ ഈ കടത്തിന് പറയട്ടെ, ആദ്യ 15 കൊല്ലം പലിശയില്ല. അത് കഴിഞ്ഞിട്ട് 15 years കഴിഞ്ഞിട്ട് തുച്ഛമായ പലിശയുള്ളൂ, ഏകദേശം 1% 1% തുച്ഛമായ പലിശയുള്ളൂ ആ എമൗണ്ടിന്. ആൻഡ് യു ക്യാൻ സി ഇൻ ദിസ് പ്രൊജക്ട് ജപ്പാൻ ഈസ് ആൾസോ ട്രാൻസ്ഫറിംഗ് ദ ടെക്നോളജിക്കൽ നോളജ്, അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ആ പ്രോജക്ട് നല്ലൊരു പ്രോജക്റ്റ് ആണ്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ കൺട്രീസ് എന്ത് ചെയ്യുന്നു, കടം വാങ്ങും. ആൻ എക്സാമ്പിൾ ആണ് ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിന്റെ നിർമ്മാണം. ആൻഡ് ദാറ്റ് പ്രൊജക്ട് ഈസ് ഫണ്ടഡ് ബൈ ജപ്പാൻ. ആൻഡ് യു ക്യാൻ സി ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു സാമ്പത്തിക വർഷം ഗവൺമെന്റ് വാങ്ങുന്ന കടങ്ങളാണ്, ഇന്റേണലി ആൻഡ് എക്സ്റ്റേണൽ borrowings of the. Okay, and the next deficit is primary deficit. The next deficit is primary deficit. അടുത്ത എന്താണ്? Primary deficit. And we need to have a detailed discussion of this fiscal deficit. ഞാൻ അത് എടുക്കാം. After we discuss all the deficits, നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ് സെപ്പറേറ്റ്ലി എടുത്ത് ഡിസ്കസ് ചെയ്യും, ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് ഓൾ ദ ഡെഫിസിറ്റ്സ് കേട്ടോ. എല്ലാ ഡെഫിസിറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോവാം. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് പ്രൈമറി ഡെഫിസിറ്റ്. It is the difference between fiscal deficit and interest payment. Interest payment made by the government for past loans. എന്താണ് പ്രൈമറി ഡെഫിസിറ്റ്? എന്താണ്? ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ പാസ്റ്റ് ലോൺസ്. മുൻകാലങ്ങളെടുത്ത ഒരു ഗവൺമെന്റ് മുൻകാലങ്ങളെടുത്ത ലോണിന് മേലെ എന്ത് ചെയ്യേണ്ടി വരും? പലിശ കൊടുക്കേണ്ടി വരും. അറിയാലോ, whenever a government is taking money, internally ആയിക്കോട്ടെ എക്സ്റ്റേണലി ആയിക്കോട്ടെ, ഇങ്ങനെ കടം എടുക്കുമ്പോൾ ഈ കടത്തിന് മേലെ എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. ആൻഡ് ദാറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വിൽ ബി മെൻഷൻഡ് അണ്ടർ വിച്ച് എക്സ്പെൻഡിച്ചർ? എവിടെയായിരുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ പാസ്റ്റ് ലോൺസ് ഏതൊരു എക്സ്പെൻഡിച്ചർ ആയിരുന്നു? റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ? Interest payment for past loans. Yeah, it is revenue expenditure ആണ്. So suppose നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ 150 കോടിയല്ലേ? ഈ 150 കോടിയില് 20 കോടി, സപ്പോസ് 20 കോടി ഈസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ പാസ്റ്റ് ലോൺസ് വിചാരിക്കുക. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ പാസ്റ്റ് ലോൺ, അതായത് മുൻകാലങ്ങളെടുത്ത ലോണിന് മേലെ കൊടുക്കേണ്ട പലിശ. സോ അറിഞ്ഞിരിക്കുക, ഈ പലിശ എന്ന് പറയുമ്പോൾ എന്ത് കുറയുന്നില്ല? സർക്കാരിന്റെ ബാധ്യത കുറയുന്നില്ല. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ ഫീച്ചർ എന്തായിരുന്നു? ഇറ്റ് നെയ്തർ ക്രിയേറ്റ്സ് അസറ്റ്സ് നോർ റെഡ്യൂസ് ലയബിലിറ്റി.
ഒന്നെങ്കിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യരുത്, അല്ല അസറ്റ് ക്രിയേറ്റ് ചെയ്യരുത്, അതുപോലെ ലയബിലിറ്റി കുറയ്ക്കരുത്. അതായിരുന്നു എന്ത് ഈ പറഞ്ഞ റവന്യൂ എക്സ്പെൻഡിച്ചർ. കടം കൊടുക്കുകയല്ല, കടം കൊടുത്ത എമൗണ്ട് തിരിച്ചു കൊടുക്കുകയല്ല. എന്താ ആക്കുന്നത് ഇവിടെ? ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് നോട്ട് ബീങ് പെയ്ഡ്. പ്രിൻസിപ്പൽ എമൗണ്ട്, പക്ഷെ കടം വാങ്ങി തുക കൊടുക്കുന്നല്ല പറഞ്ഞത്. എന്ത് മാത്രം കൊടുക്കുന്നേ? പലിശ മാത്രമേ പറയുന്നത്. സോ 20 കോടി എന്താണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ പാസ്റ്റ് ലോൺസ് ആണ്. സോ നമ്മുടെ ഇക്വേഷൻ വരും. അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയായിരുന്നു നേരത്തെ? 50 കോടിയായിരുന്നു. സോ ഈ 50 കോടിയിൽ നിന്ന് എത്ര കുറയ്ക്കണം? 20 crore കുറയ്ക്കണം, വിച്ച് ഈസ് 30 crore. ആൻഡ് വാട്ട് ഡസ് ദിസ് പ്രൈമറി ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ്? ഇത് പറയുന്നത് ഒരു ഗവൺമെന്റ് കടം വാങ്ങുന്ന തുകയിൽ എത്ര എമൗണ്ട് സർക്കാരിന് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ചിലവാക്കാൻ സാധിക്കും. മനസ്സിലായോ? വാട്ട് ഡസ് ദിസ് പ്രൈമറി ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ്? ഒരു ഗവൺമെന്റ് കടം വാങ്ങിയ തുകയിൽ എത്ര എമൗണ്ട് പലിശ മാത്രം കൊടുത്ത്, ഓർത്തു നോക്കുക, 20 കോടി എന്താ? പലിശയാണ്. സോ കടം വാങ്ങിയ തുക എത്ര? 50 കോടി. 50 കോടി കടം വാങ്ങി, 20 കോടി പലിശ കൊടുക്കണം അതിൽ നിന്ന്. സോ കടം വാങ്ങിയ തുകയിൽ നിന്ന് പലിശ മാത്രം കൊടുക്കാനായിട്ട്, പലിശ കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് ബാക്കി കാണും ഫോർ അതർ എക്സ്പെൻഡിച്ചർ, മറ്റ് ചെലവുകൾക്കായിട്ട് ബാക്കി കാണും. സോ ഒരു കൺട്രിയുടെ പ്രൈമറി ഡെഫിസിറ്റ് വർദ്ധിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? ഒരു കൺട്രിയുടെ പ്രൈമറി ഡെഫിസിറ്റ് വർദ്ധിക്കുന്നത്, അതായത് ഈ വാല്യൂ കൂടുന്നത് പറയാം, 30 കോടി എന്നുള്ളത് 40 കോടിയാവുന്നു, 50 കോടിയാവുന്നു. സോ പ്രൈമറി ഡെഫിസിറ്റ് വർദ്ധിക്കുന്നത് നല്ലതാണോ? ഒരു കൺട്രിയുടെ പ്രൈമറി ഡെഫിസിറ്റ് വർദ്ധിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം. പ്രൈമറി ഡെഫിസിറ്റ് കൂടുതലാണോ കുറയുന്നതാണോ നല്ലത്? അത് പറഞ്ഞാൽ മതി. പ്രൈമറി ഡെഫിസിറ്റ് കൂടുന്നത് നല്ലതല്ല എന്നാ പറഞ്ഞേ. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെ എന്താ പറഞ്ഞേ? ഇപ്പം കടം വീണ്ടും കൂടുതൽ നല്ലതല്ലേ? അത്രയും നമുക്ക് കൂടുതൽ കടം കൂടുതൽ മേടിക്കും. അതെ, മാഡം പറഞ്ഞത് ഇപ്പൊ നോക്കൂ, നമ്മുടെ പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ. ശരിയാ പറഞ്ഞു. നമ്മുടെ കേസില് 50 crore ബോറോയിങ്, ഗവൺമെന്റ് കടം വാങ്ങിച്ച 50 കോടി. അതിൽ 20 കോടി ഗവൺമെന്റ് എന്ത് ചെയ്തു? പലിശ കൊടുക്കാൻ വേണ്ടി മുൻകാലങ്ങളിൽ വാങ്ങിച്ച, പണ്ട് വാങ്ങിച്ച ലോണുകളുടെ കടം കൊടുക്കാൻ വേണ്ടി എന്താ 20 കോടി അതിൽ നിന്ന് പോവാണ്. കടം വാങ്ങി 50 കോടിയിൽ നിന്ന് 20 കോടി ഫോർ പാസ്റ്റ് ലോൺസ് പോവാണ്. സോ ഇപ്പൊ എത്ര വന്നു? 30 കോടി തന്നു. സപ്പോസ് ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് 10 കോടി വിചാരിക്കുക. ഇൻട്രസ്റ്റ് പേയ്മെന്റ് 10 കോടി ആകുമ്പോൾ ഈ വാല്യൂ എന്താവും? 50 - 10 എത്ര വരും? 40 വരും. സോ ഹിയർ വി ക്യാൻ സി ദ പ്രൈമറി ഡെഫിസിറ്റ് എന്ത് ചെയ്തു? കൂടിയില്ലേ? നേരത്തെ എത്ര ആയിരുന്നു? 30 ആയിരുന്നു, ഇപ്പോ 40 ആയി. സോ പ്രൈമറി ഡെഫിസിറ്റ് കൂടുമ്പോ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ക്യാൻ സ്പെൻഡ് മോർ മണി ഫോർ അതർ എക്സ്പെൻഡിച്ചർ അതർ ദാൻ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. പലിശ കൊടുക്കാനല്ലാതെ മറ്റ് ചെലവുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? കടം വാങ്ങിയ തുക ഉപയോഗിക്കാം. മനസ്സിലായോ? പലിശ കൊടുക്കാനല്ലാതെ മറ്റ് ചിലവുകൾക്ക് ഈ പറഞ്ഞ തുക ഉപയോഗിക്കാം. അതാണ് എന്ത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഗവൺമെന്റിന് സപ്പോസ് ദർ ഈസ് നോ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, സപ്പോസ് വിചാരിക്കുക നമ്മുടെ സർക്കാരിന് മുൻകാലം വാങ്ങിച്ച ലോണിന് മേലെ പലിശ ഒന്നും കൊടുക്കാനില്ല, ഈ ഇൻട്രസ്റ്റ് ഒന്നുമില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ പാസ്റ്റ് ലോൺ എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. സോ കടം വാങ്ങിയ 50 കോടിയും പലിശ കൊടുക്കാനല്ലാതെ മറ്റ് ചിലവുകൾക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റ് ഉപയോഗിക്കാമല്ലേ അർത്ഥം? നല്ലതല്ലേ? അപ്പോ നേരെ മറിച്ച് ഈ പറഞ്ഞ പ്രൈമറി ഡെഫിസിറ്റ് കുറയാൻ വിചാരിച്ചു, പ്രൈമറി ഡെഫിസിറ്റ് വാല്യൂ കുറയുന്നു, ഒരു കൺട്രിയുടെ പ്രൈമറി ഡെഫിസിറ്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു. എന്താ അർത്ഥം? 50 കോടി കടം വാങ്ങി, സപ്പോസ് അതിൽ 40 കോടിയും പലിശയ്ക്ക് വേണ്ടി ചെലവാക്കി, ബാക്കി എത്രയേ ഉള്ളൂ? 10 കോടിയേ ഉള്ളൂ. സോ ഒരു കൺട്രിയുടെ പ്രൈമറി ഡെഫിസിറ്റ് താഴേക്ക് പോകുമ്പോൾ, അതിന്റെ വാല്യൂ താഴേക്ക് പോകുമ്പോൾ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്?
ഒരു ഗവൺമെന്റ് ബോറോ ചെയ്ത എമൗണ്ടിന്റെ മെജോറിറ്റിയും മുൻ വർഷ ലോണുകളുടെ പലിശ മാത്രം കൊടുക്കാൻ ചെലവാക്കേണ്ടി വരും. ബാക്കി കുറച്ച് എമൗണ്ട് മാത്രമേ എന്തുള്ളൂ മറ്റ് ചിലവുകൾക്കായിട്ട് വകയിരുത്താൻ ഗവൺമെന്റിന് കഴിയുള്ളൂ. സോ പ്രൈമറി ഡെഫിസിറ്റ് കുറയുന്നത് നല്ലതാണോ? അല്ല. പിന്നെ പറയട്ടെ, ഈ പറഞ്ഞ പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഇവയെല്ലാം നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് GDP ആണ്. സോ നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ യു മെ നോട്ട് സീ ദ ആക്ച്വൽ ബോറോഡ് എമൗണ്ട്, എത്രയാണ് കടം വാങ്ങുന്ന എമൗണ്ട്, എത്രയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എമൗണ്ട് എന്ന് കാണില്ല. മറിച്ച് നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും? കുറെ റേഷ്യോസ് ആയിരിക്കും. ഇപ്പം സപ്പോസ് 4.5%, അല്ലെങ്കിൽ 3%, 9%, 6% എന്ന് പറഞ്ഞ് വാല്യൂ കാണാം. സോ എന്താ 6% ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടു GDP റേഷ്യോ, അതാണ് എന്ത് നമ്മൾ കാണുന്ന ഈ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കാണുന്ന 6%, 9%, 4.5% എന്നൊക്കെ പറഞ്ഞ് കാണും. നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾ കാണാം ഫിസിക്കൽ ഡെഫിസിറ്റ് ഓഫ് ദ ഗവൺമെന്റ് ഡിക്ലൈൻ ടു 5%, ഡിക്ലൈൻ ടു 6% എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് വാല്യൂ ടു GDP റേഷ്യോ ആണെന്ത് ഈ പറഞ്ഞ പെർസെന്റേജ്. സോ സപ്പോസ് ഒരു കൺട്രിയുടെ GDP 1000 ആണെന്ന് വിചാരിക്കുക, ഒരു കൺട്രിയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 50 ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 50 ആണെന്ത് ഫിസിക്കൽ ഡെഫിസിറ്റ്, 1000 ആണെന്ത് ഈ കൺട്രിയുടെ GDP വാല്യൂ. ഒരു കൺട്രിയുടെ GDP വാല്യൂ 1000 രൂപയാണ്. സോ എത്ര ഫിസിക്കൽ ഡെഫിസിറ്റ് വരും? 5%. അല്ലെ? 50/1000 എത്രയാണ്? 5%. ഓക്കെ. സോ ഒരു കൺട്രിയുടെ GDP വാല്യൂ എത്ര? 1000. ഫിസിക്കൽ ഡെഫിസിറ്റ് വാല്യൂ 50. സോ ഫിസിക്കൽ ഡെഫിസിറ്റ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എത്ര? 50/1000 into 100 എത്ര വരും? 5% ആ കൺട്രിയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് റേഷ്യോ. ക്ലിയർ ആണോ? ഇതുപോലെ റവന്യൂ കമ്മിയും അതേപോലെ പ്രൈമറി ഡെഫിസിറ്റ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് ഡെഫിസിറ്റ് ആണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്? ERD. The next deficit is effective revenue deficit. I think ഞാൻ ഫുൾ ക്ലിയർ ആണല്ലോ തോന്നുന്നു. അല്ല ആവശ്യമില്ല. സോ അടുത്ത എന്താണ്? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ഈ ഒരു ഡെഫിസിറ്റ് പുതിയതായിട്ട് വന്നൊരു ഡെഫിസിറ്റ് ആണ്, ഒരു കാൽക്കുലേഷൻ ആണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് പ്രണബ് മുഖർജി. നമ്മുടെ പ്രണബ് മുഖർജിയാണ് ഈ ഒരു ടേം കൊണ്ടുവരുന്നത്. നമ്മുടെ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓർ ഫോമർ ഫിനാൻസ് മിനിസ്റ്റർ പ്രണബ് മുഖർജി. ഹി വാസ് ദ പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസ് ദിസ് ഡെഫിസിറ്റ്. പ്രണബ് മുഖർജിയാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ കമ്മി എന്നൊരു ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ കൊണ്ടുവരുന്നത്. ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് 2011-12 സമയത്താണ്, 2011-12 സമയത്താണ് ഈ ഒരു സാധനം കൊണ്ടുവരുന്നത്. ആൻഡ് യു ക്യാൻ സി എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് grants given to revenue deficit and grants given to states for capital creation. So എന്താണ് effective revenue deficit എന്ന് വെച്ചാൽ എന്താ? It is the difference between revenue deficit and grants given to states for capital creation. So grants given to states for capital creation ഏത് തരം എൻട്രി ആണ്? എന്ത് എൻട്രി ആണ്? അതാണ് grants given to states for capital creation.
അത് റവന്യൂ റെസിപ്റ്റ് ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? വാട്ട് ഈസ് ഗ്രാൻസ് ഗിവൺ ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ക്രിയേഷൻ എന്ന് പറഞ്ഞേ. പോരട്ടെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്, നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രാൻസ് ഗിവൺ ടു സ്റ്റേറ്റ്സ്. അതെ. സോ നമ്മൾ പറഞ്ഞു ഇൻ ദ ബഡ്ജറ്റ് ഡോക്യുമെന്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഗ്രാൻസ് ഗിവൺ ടു സ്റ്റേറ്റ്സ്, ഇറ്റ് വാസ് മെൻഷൻഡ് അണ്ടർ നോട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അവിടെ അല്ല വരുന്നത്. എന്താ വരുന്നത്? സംസ്ഥാനം കൊടുക്കുന്ന ഗ്രാന്റുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ റവന്യൂ കമ്മിറ്റിയുടെ കണക്ക് വെക്കുന്നത്, ക്യാപിറ്റൽ അല്ല, മൂലധന ചിലവായിട്ടല്ല. എന്താണ്? റവന്യൂ ചിലവായിട്ടാണ് എന്ത് കണക്കാക്കുന്നത്. സോ യു ക്യാൻ സി ഗ്രാൻസ് ഗിവൺ ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എവിടെ വരുന്നതാണ്? ഇവിടെ വരുന്നതാണ്. സോ എന്തായിരുന്നു പ്രത്യേകത റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ? നെയ്തർ creates assets nor reduce liability. എന്ത് ചെയ്യാൻ പാടില്ല? സർക്കാർ ആ പൈസ ചെലവാക്കുമ്പോൾ അസറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആസ്തി ഉണ്ടാകാൻ പാടില്ല, വികസനം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ സർക്കാരിന്റെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, ലയബിലിറ്റി കുറയാൻ പാടില്ല. ദാറ്റ് ഈസ് ദ feature of revenue expenditure. It neither creates assets nor reduce liability. And you can see revenue expenditure വരുന്ന എന്തൊക്കെയായിരുന്നു? സാലറി, പെൻഷൻ, സബ്സിഡീസ്, ഡിഫൻസ് പേയ്മെന്റ്സ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, then grants to states. ഓർമ്മയില്ലേ? സംസ്ഥാനം കൊടുക്കുന്ന ഗ്രാന്റുകൾ. അതുപോലെ ഗ്രാന്റ്സ് ടു ഫോറിൻ കൺട്രീസ്. ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇതൊരു സഹായധനമാണ്, അല്ലെ? ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്നാ പറയുന്നത്. സോ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വൺ വേ പേയ്മെന്റ്. കേന്ദ്ര ഗവൺമെന്റ് ടു സംസ്ഥാനം, കേന്ദ്ര ഗവൺമെന്റ് ടു ഫോറിൻ കൺട്രി. ഓർമ്മയുണ്ടോ? വി ഹാവ് ഡിസ്കസ് ദ കേസ് ഓഫ് അഫ്ഗാനിസ്ഥാന്റെ കേസിൽ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അന്ന് ഞാൻ പറഞ്ഞൊരു അഡിഷൻ പോലെ കേട്ടാൽ മതി. സോ ഞാൻ അന്ന് പറഞ്ഞല്ലോ, അഫ്ഗാനിസ്ഥാനില് ഇന്ത്യ ഇതുവരെ ഒരു മിലിറ്ററി മൂവ്മെന്റ് നടത്തിയിട്ടില്ല. ഒരു മിലിറ്ററി ആയിട്ടൊരു ഒരു ഇവന്റോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ നടത്തിയിട്ടില്ല. ആൻഡ് യു ക്യാൻ സി കുറച്ചു കാലം മുമ്പ് 2014 ആ സമയത്ത് നമ്മുടെ 1419 ആ കാലഘട്ടത്തില് അമേരിക്കയുടെ സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി, ഫോറിൻ സെക്രട്ടറി ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൈക്ക് പോംപിയോ എന്ന് പറഞ്ഞിട്ട്. മൈക്ക് പോംപിയോ, he was the foreign secretary of America. And അദ്ദേഹം ഇന്ത്യ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇന്ത്യ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. അന്ന് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ വേറൊരു ഗവൺമെന്റ് ഉണ്ട്, ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് ഉണ്ട്. And there was some challenges of Taliban also. And there was some terrorist activity going on there. So മൈക്ക് പോംപിയോ പറഞ്ഞത്, ഇന്ത്യ എന്ത് ചെയ്യണം? ഇനിഷ്യേറ്റീവ് എടുക്കണം, മിലിറ്ററി ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ നടത്തണം, ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഓർമ്മയുണ്ടല്ലോ, അമേരിക്ക അങ്ങനെ പോയെന്ന് നടന്നു. അമേരിക്ക താലിബാൻ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ അൽഖദ അറ്റാക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു ലാസ്റ്റില്, അവിടുത്തെ ആൾക്കാരെ ഇട്ടിട്ട്. എനിവേ പറഞ്ഞു വെച്ചാൽ അന്ന് ഈ മൈക്ക് പോംപിയോ പറഞ്ഞപ്പോ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആ സമയത്ത് സുഷമ സ്വരാജ് വാസ് ദ ഫോറിൻ മിനിസ്റ്റർ. ആൻഡ് ഷീ സെഡ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ്. പുള്ളിക്കാരി പറഞ്ഞത്, ഇന്ത്യ എപ്പോഴും അഫ്ഗാനിസ്ഥാന്റെ വികസനത്തിൽ പങ്കാളിയാവും, ഡെവലപ്മെന്റിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ആസ്തി വികസനത്തില്, അസറ്റ് ക്രിയേഷൻ, അസറ്റ് ബിൽഡിങ്ങില് ഇന്ത്യ ഭാഗമാവും. പക്ഷെ there will not be any boots of Indians in അഫ്ഗാൻ. എന്താണ് ബൂട്ട്സ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ ആർമി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവിടെ പോയില്ലെന്നാ പറയുന്നത്. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ IR ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇന്ത്യയുടെ ഒരു പോളിസി, അഫ്ഗാനിസ്ഥാൻ റിലേഷനിലെ പോളിസി എങ്ങനെയായിരുന്നു എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. സോ ഈ പറഞ്ഞ there will not be any boots of Indians in Afghan, but we'll be giving asset creation or asset building in Afghan. അതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ആൻഡ് യു ക്യാൻ സീ പറഞ്ഞ എന്താ, അതൊന്നുമല്ല പറഞ്ഞത്. ഇവിടെ പറഞ്ഞത്
നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റുകൾ ഇറ്റ് വാസ് ഏർലിയർ ഇറ്റ് വാസ് കൺസിഡർഡ് അണ്ടർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ നോക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനം കൊടുക്കുന്ന ഗ്രാന്റുകളിൽ ചില എമൗണ്ട്, ചില ഫണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾ ആസ്തി വികസനത്തിന്, അസറ്റ് ബിൽഡിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം കേരളം എടുക്കാം. 2018 ഫ്ലഡ് ഉണ്ടായി. സോ 4500 കോടിയാണ് കേരളത്തിന് കിട്ടിയത്. നഷ്ടം 40,000 ആയിരുന്നു, അത് വേറെ രസം. എനിവേ നമുക്ക് 4500 കോടി കിട്ടി. ആൻഡ് ആ സമയത്ത് ഈ കിട്ടിയ എൻ്റെ എമൗണ്ട് ഗവൺമെന്റ് കുറച്ച് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആളുകൾക്ക്, മരിച്ചുപോയ ആളുകൾക്ക് ധനസഹായം കൊടുത്തു. എന്നാൽ ഈ കിട്ടിയ എമൗണ്ടിൽ ഒരു ഷെയർ കേരള ഗവൺമെന്റ് ഹാസ് യൂട്ടിലൈസ്ഡ് ഫോർ റീബിൽഡ് കേരള ആക്ടിവിറ്റീസ്, ലൈക്ക് തകർന്നു പോയ റോഡുകൾ, പാലങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കെട്ടിടങ്ങൾ, ഇവയെ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഈവൻ ദോ ദിസ് എക്സ്പെൻഡിച്ചർ directly creates even though the expenditure of the government, central government, does not create asset directly. Okay, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്ന എക്സ്പെൻഡിച്ചർ, കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത എക്സ്പെൻഡിച്ചർ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല ആണല്ലോ. കാരണം ഈ ചിലവെന്ന് പറയുമ്പോൾ റവന്യൂ ചിലവായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത്. പക്ഷേ when the central government is spending this much money to സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇത്ര പൈസ ചെലവാക്കുമ്പോൾ സംസ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്, ആ പൈസ ഉപയോഗിച്ച്, എല്ലാ പൈസയും അല്ല, ആ പൈസയുടെ ഷെയർ ഉപയോഗിച്ച് they will construct or they will build some infrastructure. That is a capital creation. That is an asset building. സോ നമ്മുടെ പ്രണബ് മുഖർജി പറഞ്ഞത് എന്താണ്, നമ്മൾ റവന്യൂ കമ്മി കണക്കാക്കുമ്പോൾ we need to calculate not revenue കമ്മി, മറിച്ച് എഫക്റ്റീവ് റവന്യൂ കമ്മി എന്ത് ചെയ്യണം, കണക്കാക്കണം. എങ്ങനെ? നിലവിലുള്ള റവന്യൂ കമ്മിയിൽ നിന്ന്, നമുക്ക് കിട്ടുന്ന റവന്യൂ കമ്മിയിൽ നിന്ന് വി ഹാവ് ടു റെഡ്യൂസ് ദ ഗ്രാന്റ്സ് ഫോർ ക്യാപിറ്റൽ ക്രിയേഷൻ. കാരണം എന്താ, ഈ പറഞ്ഞ സാധനം സംസ്ഥാനം കൊടുക്കുന്ന, ക്യാപിറ്റൽ ക്രിയേഷൻ കൊടുക്കുന്ന സാധനം അസറ്റ് ബിൽഡിംഗ് അല്ലേ. സോ നമുക്ക് എന്താ, അതങ്ങ് റെഡ്യൂസ് ചെയ്യാം. സോ വി ക്യാൻ സി, സപ്പോസ് അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് 10 കോടി രൂപ കൊടുത്തെന്ന് വിചാരിച്ചു. 10 കോടി രൂപ ചെലവാക്കപ്പെട്ടു എങ്കിൽ നേരത്തെ നമ്മൾ കിട്ടിയിരുന്നു റവന്യൂ കമ്മി എത്ര ആയിരുന്നു, 50 കോടി. 10 കോടി ഗ്രാന്റ്സ് സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ക്രിയേഷൻ. സോ എന്താ, 10 കോടി കുറച്ചു. Or else we can write it as revenue expenditure minus revenue receipt. ആൻഡ് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്നതാണെന്ത്, നമ്മുടെ ഈ 10 കോടി. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. മനസ്സിലായോ? റവന്യൂ ഡെഫിസിറ്റ് എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. അതിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത എമൗണ്ടിൽ എത്രയാണോ അസറ്റ് ക്രിയേഷന് വിധേയമായത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. സംസ്ഥാനത്തിന് കൊടുത്ത ഗ്രാന്റിൽ എത്രയാണോ അസറ്റ് ക്രിയേഷന് കാരണമായത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ് മൈനസ് 10. സോ 50 മൈനസ് 10 ഇസ് ഈക്വൽ ടു 40. ഈ 50 തന്നെ ഓർമ്മയുണ്ടോ? ഇത് ഇവിടെ പറഞ്ഞില്ലേ, 150 മൈനസ്, അതാണ് ഈ 50. 50 മൈനസ് 10. ദിസ് ഈസ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. സോ ദീസ് ആർ ദ മേജർ ഡെഫിസിറ്റ്. 4 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? റവന്യൂ ഡെഫിസിറ്റ്, then fiscal deficit, primary deficit, then effective revenue deficit. Okay, so we can take a 4 minutes break. You have to go through all these deficits. Onna recollect cheyu ellarum, onna glance cheyu, alla onna note onna glance cheyu. Everyone please go through the note. So first one, revenue deficit. എന്തായിരുന്നു? റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. സോ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സർക്കാരിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പോലും സർക്കാരിന്റെ റവന്യൂ വരുമാനം തികയാത്ത അവസ്ഥയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഷോയിങ് ഇൽ ഫിസിക്കൽ ഹെൽത്ത്.
ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ തെറ്റായ സാമ്പത്തിക സ്ഥിതിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ മോശമായ സമസ്ഥിതിയാണ് കാണിക്കുന്നത്. Then fiscal deficit എന്തായിരുന്നു? It is the difference between total expenditure and total receipt except or excluding the borrowings. It was introduced since 1997-98 as per Sukhmoy Chakravarti Committee. And there are different equations for fiscal deficit, total expenditure minus revenue receipt plus non-debt creating capital receipt എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ മൊത്തമായിട്ട് നമുക്ക് പറയാം non-debt creating receipt എന്ന് പറയാം, or revenue receipt plus non-debt creating capital receipt. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് non-debt creating receipt, which means എല്ലാം കൂടെ പറഞ്ഞു. ഇവിടെ പറഞ്ഞ എന്താ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് revenue receipt non-debt creating capital receipt. Capital receipt. Then fiscal deficit is equal to revenue deficit plus capital expenditure minus capital receipt except borrowings. ഇങ്ങനെയും പറയാം. ഇതെങ്ങനെ വന്ന് പറയാമോ? അതായത് ഇക്വേഷൻ എങ്ങനെയാണ്? TE മൈനസ് TR മൈനസ് ബോറോയിങ് എന്നല്ലേ? ദാറ്റ്സ് ദി ഇക്വേഷൻ. ഇതിൽ TE എന്ന് പറയാൻ എന്താ? റവന്യൂ റെസീപ്റ്റ്, സോറി, റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ് പ്ലസ് ക്യാപിറ്റൽ റെസീപ്റ്റ് മൈനസ് ബോറോയിങ്സ്. റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ് എന്താണ്? ഇത് രണ്ടും എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്, ദാറ്റ് ഈസ് റവന്യൂ ഡെഫിസിറ്റ്, പ്ലസ് CE ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ക്യാപിറ്റൽ റെസീപ്റ്റ് മൈനസ് ബോറോയിങ്സ്. സോ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ഇക്വേഷൻ എന്താണ്? TE മൈനസ് TR മൈനസ് ബോറോയിങ്സ്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ, if you know this equation, you can answer any tilt or any എന്താണ് ഈ പറഞ്ഞ ഇക്വേഷന്റെ ഡിഫറെന്റ് രീതിയിൽ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ PSCക്കകത്ത് നമ്മുടെ ഡിഗ്രി ലെവൽ ഫിലിംസിനകത്ത് they are asking this question in a tilted manner. നേരിട്ട് ചോദിക്കത്തില്ല, ടിൽറ്റ് ചെയ്ത് ചോദിക്കാം. സോ ഏത് രീതി ചോദിച്ചു കഴിഞ്ഞാലും, ഏത് രീതിയിൽ സ്റ്റെപ്പ് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇഫ് യു നോ ദിസ് ഇക്വേഷൻ, ഇഫ് യു നോ ദിസ് കൺസെപ്റ്റ്, TE മൈനസ് TR മൈനസ് ബോറോയിങ്സ്, ഇതാണ് ഇക്വേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ആൻഡ് ഇഫ് യു നോ വാട്ട് ഈസ് TE, വാട്ട് ഈസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, വാട്ട് ഈസ് ടോട്ടൽ റെസീപ്റ്റ്, എങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഫുള്ളി ഇത് മനസ്സിലാക്കാം. ആൻഡ് അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു ഫിസിക്കൽ ഡെഫിസിറ്റ് ആണെന്ത്? ഒരു കൺട്രിയുടെ ബോറോയിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ ബോറോയിങ്സ് ഫ്രം ഹോം ഉണ്ട്, അബ്രോഡ് ഉണ്ട്, then RB ഉണ്ട്. That is fiscal deficit. And here you can see the trend of fiscal deficit. എല്ലാവരും ശ്രദ്ധിക്കുക, നോക്കണേ, നോക്കൂ, ഓരോ ഡെഫിസിറ്റ് നോക്കൂ. You can see 4.5, 4.1, 3.9, 3.5, 3.4, 4.6 കാണുന്നുണ്ടോ ഈ ഗ്രാഫ്? ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, the fiscal deficit is expressed as a percentage of GDP ആണ്. സോ ചോദ്യം വേണേ വരാം, ഫിസിക്കൽ ഡെഫിസിറ്റ് ഓഫ് ഇന്ത്യ ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ബോറോയിങ് ഓർ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ഓഫ് GDP. സോ എന്താ GDP ടേംസിലാണ് പറയുന്നത്. ഈ 9.2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് GDP ആണ്, നോട്ട് ഇൻ ടേംസ് ഓഫ് ബോറോയിങ്സ് ഓർ എനി അതർ ഐറ്റം. എന്തിന്റെ പേരിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് GDP ആണ്. സോ അത് മറന്നു പോകരുത്. നിങ്ങളെ പേപ്പർ വായിക്കുമ്പോഴായാലും നിങ്ങൾക്ക് കാണുന്ന എന്താ? ഈ പറഞ്ഞ പെർസെന്റേജ് ഫിഗർ മാത്രമേ കാണുള്ളൂ. ആ ആക്ച്വൽ എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആൻഡ് ഇഫ് യു നോ ദ GDP വാല്യൂ ആൻഡ് ഇഫ് യു നോ ദ പെർസെന്റേജ്, അത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എത്രയാണ് ബോറോയിങ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? GDPയുടെ വാല്യൂ എടുക്കുക, എന്നിട്ട് ഈ പറഞ്ഞ പെർസെന്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് എമൗണ്ട്. സോ ഇവിടെ നോക്കൂ, ഞാൻ കാണിക്കാൻ കാരണം, ഹിയർ യു ക്യാൻ സീ അറ്റ് എ പർട്ടിക്കുലർ ഇയർ there was a hike
ഇൻ ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഏത് വർഷം നോക്കി? 2020-21. സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ we have seen the graph of capital receipt and revenue receipt. ഓർമ്മയുണ്ടല്ലോ? അതേപോലെ we have seen the graph of capital expenditure and revenue expenditure. സർക്കാരിന്റെ റവന്യൂ ചെലവിനെ പറ്റിയും മൂലധന ചെലവിനെ പറ്റിയും സർക്കാരിന്റെ റവന്യൂ വരുമാനത്തെ പറ്റിയും അതുപോലെ സർക്കാരിന്റെ മൂലധന ചെലവിന് വരുമാനത്തെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു. ആ സമയത്ത് നമ്മൾ ഗ്രാഫ് കണ്ടിരുന്നു, ട്രെൻഡ് കണ്ടു. അപ്പൊ ഈ കോവിഡ് കാലം നോക്കൂ, 2020-21. സോ 2020-21 ഈ കോവിഡ് ഇയറിലാണ് there was a hike in the fiscal deficit. ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു ഹൈക്ക് ഉണ്ട്. ആ ഹൈക്ക് എന്താ? ആ ഹൈക്കാണ് there was increased borrowings. ആ സമയത്ത് സർക്കാരിന്റെ വരുമാനം കുറഞ്ഞു. ഓർമ്മയുണ്ടോ? സിസേഴ്സ് എഫക്ട്. വരുമാനം താഴേക്ക് പോകുന്നു, ചെലവ് മേലേക്ക് പോകുന്നു. Revenue is going downwards while expenditure is going upwards. Scissors effect. This was the situation. ആ സമയത്ത് എന്ത് വേണ്ടി വന്നു? സർക്കാരിന് ബോറോയിങ്സ് വർദ്ധിപ്പിക്കേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ഈ പറഞ്ഞ 9.2 എന്ന രീതിയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉയർന്നത്. ആൻഡ് അത് കഴിഞ്ഞ് വി ക്യാൻ സി ദ ഗവൺമെന്റ് സ്റ്റാർട്ടഡ് ടു റെഡ്യൂസ് ദ ബോറോയിങ്. അതിനുശേഷം ഈ ബോറോയിങ്സ് കുറയ്ക്കാൻ ഗവൺമെന്റ് എയിം ചെയ്യുന്നുണ്ട്. And currently we are targeting a borrowing of 5.9. 5.9% നിലവിലെ സാമ്പത്തിക വർഷം എസ്റ്റിമേറ്റ്. സോ 5.9% ഓഫ് GDP ആണ് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് സിമിലർലി യു ക്യാൻ സി ദ ഡിഫറെന്റ് ഡെഫിസിറ്റ്. റവന്യൂ കമ്മി, അതുപോലെ FT റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്. ആൻഡ് ഹിയർ യു ക്യാൻ സി among the fiscal deficit, the major portion എന്താണ്? റവന്യൂ ഡെഫിസിറ്റ് ആണ്. അതായത് സർക്കാരിന്റെ ധനക്കമ്മിയിലെ പ്രധാനപ്പെട്ട ഭാഗം എന്താ? ഈ പറഞ്ഞ റവന്യൂ കമ്മിയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല ഇക്വേഷൻ, ഫിസിക്കൽ ഡെഫിസിറ്റ് ഈക്വൽ ടു റവന്യൂ ഡെഫിസിറ്റ് പ്ലസ് CE മൈനസ് CR മൈനസ് ഓഫ് ബോറോയിങ്സ് കണ്ടില്ലേ? നമ്മൾ നേരത്തെ ജസ്റ്റ് മുമ്പ് കണ്ടു. ഇതെടുത്ത് this one, revenue deficit plus CE minus CR except borrowings. So നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ വാല്യൂ എത്ര? 7.3% GDP ആണ്. സോ സർക്കാരിന്റെ ചെലവ് നോക്കുമ്പോൾ, സർക്കാരിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കടം നോക്കുമ്പോൾ, ഈ കടത്തിന്റെ മേജർ പോർഷൻ എന്തിനു ഉപയോഗിക്കുവാണ്? സർക്കാരിന്റെ ബോറോയിങ്ങിന്റെ പ്രധാനപ്പെട്ട പോർഷനും ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് റവന്യൂ കമ്മി നിർത്താൻ വേണ്ടിയാണ്. സർക്കാരിന്റെ റവന്യൂ കമ്മി നിർത്താൻ വേണ്ടിയാണ് എന്ത് മേജർ പോർഷൻ ഓഫ് ബോറോയിങ് ഗവൺമെന്റ് ഉപയോഗിക്കേണ്ടി വരുന്നത്. സോ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് കാണാം വലിയൊരു ഹൈക്ക് ഉണ്ട്. കാരണം ആ സമയത്ത് ഗവൺമെന്റ് യൂസ് ടു പ്രൊവൈഡ് സബ്സിഡീസ്. സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സബ്സിഡീസ് കുറെ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ പറഞ്ഞ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഉണ്ടായിരുന്ന സമയത്ത് അതുപോലെ ഇൻട്രസ്റ്റ് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്തു. സോ ഗവൺമെന്റ് എക്കണോമി റിവൈവ് ചെയ്യാനുള്ള പാക്കേജ് അതെല്ലാം ഇവിടെ വരുന്നുണ്ട്, ഈ പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, then the source of deficit financing. ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഗവൺമെന്റ് കടമാണ്? from which all area the government is borrowing money from the market. So നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ബോറോയിങ് നോക്കുവാണെങ്കിൽ, if you are seeing the borrowing, major portion of borrowing of both state and center is coming from മാർക്കറ്റ് ബോറോയിങ്സ് ആണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ബോറോയിങ്സ് ആണ്. ഇന്ത്യക്കകത്ത് നിന്നാണ് നമുക്ക് വേണ്ട കടത്തിന്റെ മേജർ പോർഷൻ എന്ത് ചെയ്യുന്നത്? ബോറോ ചെയ്യുന്നത്. സോ യു ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ബോറോ ചെയ്യുന്ന കടത്തിന്റെ മേജർ പോർഷനും സർക്കാർ സെക്യൂരിറ്റീസ്, കടപ്പത്രങ്ങളായിട്ടുള്ള ഗവൺമെന്റ് ഡേറ്റഡ് സെക്യൂരിറ്റീസ് ഓർ ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പേഴ്സ്, ട്രഷറി ബിൽസ്, ഇവയെല്ലാം ഇഷ്യൂ ചെയ്ത വഴിയാണെന്ത് ഗവൺമെന്റ് കണ്ടെത്തുന്നത്. ആൻഡ് വി വിൽ ഡിസ്കസ് ട്രഷറി ബിൽസ്, സെക്യൂരിറ്റീസ് ഇൻ ദ ക്ലാസ് ഓഫ് മണി ആൻഡ് ബാങ്കിങ്. സോ മണി ആൻഡ് ബാങ്കിങ് പഠിക്കുമ്പോൾ ആ സമയത്ത് വിശദമായിട്ട് ട്രഷറി ബിൽസ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ പ്രത്യേകത നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇപ്പൊ അറിഞ്ഞിരിക്കുക,
കടം വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ ഉദാഹരണം പറയുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഒരു ബോണ്ട് ഇറക്കുന്നു, ഒരു മുദ്രപത്രം ഇറക്കുകയാണ്. എന്നിട്ട് പറയാണ്, സോ ഈ പറഞ്ഞ ബോണ്ടില് ഗവൺമെന്റ് പറയുന്നു എനിക്ക് 1,000 രൂപ തരിക, അല്ലെങ്കിൽ 10,000 രൂപ തരിക. സോ എന്ത് ചെയ്യാം, ഐ വിൽ ഗീവ്സ് യു സം ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ കുറച്ച് പലിശ ഉൾപ്പെടെ നിങ്ങൾക്ക് തരാം. സോ പറയാണ് യു വിൽ ഗെറ്റ് ദ എമൗണ്ട്, പക്ഷെ കുറച്ച് കാലം എടുക്കും. സപ്പോസ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി, ഗവൺമെന്റ് പറയുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു ആൻഡ് യു വിൽ ഗെറ്റ് ദ എമൗണ്ട് ഇൻ 15 years. 15 years ആകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഈ പൈസ തരും, നിങ്ങൾ എനിക്ക് തന്ന 10,000 രൂപ തിരിച്ചു തരും. അതിനിടയിൽ ഓരോ വർഷവും ഒരു ബാങ്ക് നമുക്ക് FD ഇടുമ്പം പലിശ എഴുതില്ലേ, അതുപോലെ എന്ത് ചെയ്യും, ഓരോ വർഷവും ബാങ്ക് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് മേലെ തിരിച്ചു തരും. സോ വ്യക്തികൾക്ക് ചെയ്യാം, നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ദർ ഈസ് ഓപ്ഷൻ ഫോർ അസ്. നമുക്ക് എന്ത് ചെയ്യാം, സർക്കാർ സെക്യൂരിറ്റിയിൽ, സർക്കാർ കടപ്പത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ RBIയുടെ പുതിയ ഇനിഷ്യേറ്റീവ് പ്രകാരം ഇൻഡിവിജ്വൽസ് ആൾസോ, സാധാരണഗതിയിൽ ബാങ്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബാങ്കുകൾ അതുപോലെ NBFC ആണല്ലോ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, നമ്മുടെ മുത്തൂറ്റ്, മണപ്പുറം പോലുള്ള നോൺ ബാങ്ക് കമ്പനീസ്, ഇവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങാറുണ്ട്, ബാങ്കുകൾ വാങ്ങാറുണ്ട്. കാരണം അവർക്ക് എന്താ, ഒരു അസറ്റ് ആണിത്. ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ, ഇത് പല പല മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റും, ട്രേഡബിൾ ആണിത്, വിൽപ്പന ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ ഗവൺമെന്റ് സെക്യൂരിറ്റി അതിലേക്ക് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെച്യൂരിറ്റി പീരീഡ് ചിലപ്പം 5 to 40 years ആണ് പറയുന്നത്. 5 വർഷം മുതൽ 40 വർഷം വരെയൊക്കെ ആയിരിക്കും ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ മെച്യൂരിറ്റി പീരീഡ്. അതുപോലെ ട്രഷറി ബിൽസ് ഉണ്ട്. ട്രഷറി ബിൽസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 year മെച്യൂരിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ട്രഷറി ബിൽസ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ, സപ്പോസ് 10,000 രൂപ ട്രഷറി ബില്ലാന്ന് വെച്ചോ, 10,000 രൂപയുടെ ഒരു കടപ്പത്രമാണെങ്കിൽ സർക്കാർ ഈ ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ സർക്കാർ 9,500 രൂപയ്ക്ക് എന്ത് ചെയ്യും, അതാ കൊടുക്കും. സോ ഫേസ് വാല്യൂ, ഈ പല ട്രഷറി ബില്ലിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലക്കായിരിക്കും എന്ത്, സർക്കാർ പബ്ലിക്കിന്, ബാങ്കുകൾക്കൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. സോ ഫേസ് വാല്യൂ 10,000 ആയിരിക്കും. 10,000 ആയിരിക്കും എന്ത്, ഫേസ് വാല്യൂ. അതായത് ഞാൻ ഈ ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിന് ഇടയിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ആ ഡേറ്റിൽ കാരണം കൊണ്ട് കൊടുക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് ദ എൻഡ് 10,000 rupees. പക്ഷെ ഞാൻ വാങ്ങുന്നത് എത്ര രൂപയ്ക്കായിരിക്കും, 9,500 രൂപയ്ക്കായിരിക്കും. ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് 500 രൂപ, അതാണ് എന്റെ റിട്ടേൺ ഇൻ ദ കേസ് ഓഫ് ട്രഷറി ബില്ല്. സോ 1 year താഴെ മെച്യൂരിറ്റി ഉള്ളതാണ് ട്രഷറി ബില്ല്. ആൻഡ് ദർ ആർ ഡിഫറെന്റ് ടൈപ്സ്. 91 day ട്രഷറി ബില്ലുണ്ട്, ദെൻ 182 day ട്രഷറി ബില്ലുണ്ട്, ദെൻ 364 day ട്രഷറി ബില്ലുണ്ട്. ഓക്കെ, 91 day ട്രഷറി ബില്ല്, 182 day ട്രഷറി ബില്ല്, 364 day ട്രഷറി ബില്ല്. ഇതാണ് 3 ടൈപ്പ്. ആൻഡ് യു ക്യാൻ സി, ഇങ്ങനെ ട്രഷറി ബിൽസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇവയെല്ലാം വഴിയാണ് സർക്കാരിന്റെ മേജർ പാർട്ട് ഓഫ് ബോറോയിങ് നടക്കുന്നത്. അതുകൂടാതെ എന്താ, ഗവൺമെന്റ് ഈസ് ബോറോയിങ് മണി ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്, പുറത്തു നിന്ന്. നേരത്തെ കണ്ടല്ലോ ഈ ജപ്പാനുള്ള ബോറോയിങ്, അതുപോലെ വേൾഡ് ബാങ്ക്, IMF, അവിടെ നിൽക്കുന്ന ബോറോയിങ്, ഇവയൊക്കെ എന്താണ്, എക്സ്റ്റേണൽ ബോറോയിങ്സ് ഓഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ആൻഡ് ഹിയർ യു ക്യാൻ സി ദ വാല്യൂസ്. നിങ്ങൾക്ക് കാണാം ഓരോ എക്സ്പെൻഡിച്ചറിന്റെയും ഒരു റെസിപ്റ്റിന്റെയും അതുപോലെ കമ്മികളുടെ ഒക്കെ വാല്യൂ കാണാം നിങ്ങൾക്ക്. റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്, ടോട്ടൽ റെസിപ്റ്റ്, then total expenditure, then effective capital expenditure, then revenue deficit, effective revenue deficit, fiscal deficit, primary deficit. ആൻഡ് ഈ പറഞ്ഞ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, എഫക്റ്റീവ് റവന്യൂ capital expenditure. Here you can see a term 14th entry നോക്കൂ. Everyone please look at the slide. 14th entry എന്താണ് എഴുതിയിരിക്കുന്നത്? Effective capex or effective capital expenditure. And effective capital expenditure പറയുമ്പോൾ സർക്കാരിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ capital expenditure is grant in aid for ക്രിയേഷൻ ഓഫ് അസറ്റ്സ്. അതായത് സംസ്ഥാനത്തിന് കൊടുത്ത ഗ്രാന്റുകളിൽ
എത്ര ക്യാപിറ്റൽ റേഷന് വേണ്ടി പോകുന്നു. അതാണെന്ത് ആഡ് ചെയ്തത്. സോ എഫക്റ്റീവ് ക്യാപെക്സ് എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രതിപാദിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗ്രാൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ക്രിയേഷൻ. സോ തെറ്റിദ്ധരിക്കരുത്, ഗ്രാൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത് ആക്ച്വലി എവിടെ വരുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്താണ് രേഖപ്പെടുന്നത്. പക്ഷേ ഗ്രാൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ക്രിയേഷൻ അത് മാത്രം എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ടോട്ടൽ ഉണ്ടാവും, മൊത്തം ഒരു വാല്യൂ ഉണ്ട്. കാരണം സംസ്ഥാനത്തിന് കൊടുക്കുന്ന മൊത്തം ഗ്രാന്റ് ഉണ്ട്, അതിലൊരു ഭാഗം മാത്രമാണ് എന്ത് ക്യാപിറ്റൽ ക്രിയേഷന് വേണ്ടി പോകുന്നത്. അത് മാത്രം എന്ത് ചെയ്യുന്നു? ക്യാപെക്സിനൊപ്പം ആഡ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നതാണ് എന്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Okay, here you can see grants need for capital creation plus on capital account expenditure. അതാണ് effective capital expenditure. Then revenue deficit, effective revenue deficit, fiscal deficit, then primary deficit. Here you can see the values of each. ഇതിന്റെ വാല്യൂസ് നോക്കൂ, നിങ്ങൾക്ക് ആക്ച്വൽ വാല്യൂ കാണാം, നിങ്ങൾക്ക് അതേപോലെ തന്നെ അതിന്റെ പെർസെന്റേജും കാണാം. അതേപോലെ തന്നെ ഇതിന് ഇക്വേഷൻ പറയുന്നുണ്ട്, 9 - ഇതിനൊക്കെ കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ കണ്ടോ, 9 - 1 + 5 + 6 എന്ന് പറയുമ്പോൾ എന്താണ് 1 + 5 + 6, അതായത് ബോറോയിങ്സ് എന്ത് ചെയ്യുന്നില്ല, കുറയ്ക്കുന്നില്ല. കണ്ടോ 9 - 6 എന്ന് പറയണോ ആണ്. Then you can see ഈ പറഞ്ഞ ടോപ്പ് നോക്കൂ, ഞാൻ പറഞ്ഞിരുന്നു 3 വർഷത്തെ ഡേറ്റ എന്ത് ചെയ്യും, ബജറ്റിനൊപ്പം റിലീസ് ചെയ്യും. 3 sets of figures are released along with the budget. So actuals of previous year, revised estimate of current year, then coming year estimate. So 3 വർഷത്തെ ഡേറ്റ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഇവിടെ നോക്കൂ, ബോറോയിങ്സും അതർ ലയബിലിറ്റി ഉണ്ട്. ഈ അതർ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് ക്യാപിറ്റൽ ഡെറ്റ് ക്രിയേറ്റിംഗിനകത്ത് സർക്കാരിന്റെ ലയബിലിറ്റി വരുന്നുണ്ട്, ബോറോയിങ്സ് ഉണ്ട്, കടം വാങ്ങുന്നുണ്ട്. അതിനൊപ്പം തന്നെ പബ്ലിക് അക്കൗണ്ട് ലയബിലിറ്റി, അതോടെ വരുന്നതാണ്. ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ക്യാപിറ്റൽ ഡെറ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റിനകത്ത് വരുന്നതാണ്. അതാണ് ഈ അതർ ലയബിലിറ്റി ഉദ്ദേശിക്കുന്നത്. മെറിറ്റ്സ് നമുക്ക് പഠിക്കാം. അതിനുമ്പ് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ വി ക്യാൻ ഡിസ്കസ് പ്രൈമറി ഡെഫിസിറ്റ്. സോ പ്രൈമറി ഡെഫിസിറ്റ് എന്തായിരുന്നു? ഫിസിക്കൽ ഡെഫിസിറ്റ്. നോട്ട് നോക്കൂ ഇനി, ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. എന്താ പറയുന്നത്? എത്രമാത്രം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് ഓഫ് ബോറോയിങ്സ് ടു മീറ്റ് എക്സ്പെൻസസ് അഥവാ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. പലിശ തിരിച്ചടവല്ലാതെ ഗവൺമെന്റ് നടത്തുന്ന ബോറോയിങ്സ് ബാക്കി എന്തിനൊക്കെ ഉപയോഗിക്കാം, അതാണ് ഈ പറഞ്ഞ പ്രൈമറി ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, പ്രൈമറി ഡെഫിസിറ്റ് കുറയുമ്പോൾ എന്താ മീനിങ്? ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ മേജർ പോർഷനും സർക്കാരിന് പലിശ കൊടുക്കാനല്ലാതെ മറ്റു ചിലവർക്ക് ഉപയോഗിക്കുന്നതാണ് അർത്ഥം. ദെൻ ERD, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ബൈ പ്രണബ് മുഖർജി 2011-12 കൊണ്ടുവരുന്നത്. എന്താണ് ഇക്വേഷൻ? റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. അതാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ആൻഡ് ദിസ് ദ ഫിഗർ ഓഫ്, നേരത്തെ പറഞ്ഞാണ് ഓരോ ഡെഫിസിറ്റിന്റെയും ഇക്വേഷൻ ആണ്, ഫിഗേഴ്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. We can see question, and after that we can discuss the merits and demerits of deficit financing. There has been a persistent deficit budget year after year. Which action or action of the following can be taken by the government to reduce the deficit? സർക്കാരിന്റെ ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് സർക്കാർ എടുക്കാൻ കഴിയുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? So which of the following actions can be taken by the government to reduce the deficit എന്ന ചോദ്യം.
എന്താണെന്ന് ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, നോക്കൂ, നോക്കാം ഓരോന്ന്. ഫസ്റ്റ് വൺ, റെഡ്യൂസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്. ഇതാണ് നമ്മുടെ ഡെഫിസിറ്റ് ഇക്വേഷൻ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഓഫ് revenue receipt plus capital receipt minus borrowings. This is the equation of fiscal deficit. നോക്കൂ, when the government is reducing revenue expenditure, സർക്കാർ റവന്യൂ ചെലവ് കുറയ്ക്കുമ്പോൾ സർക്കാർ റവന്യൂ ചെലവ് കുറയ്ക്കുമ്പോൾ ഡെഫിസിറ്റ് കുറയുമോ? When government is reducing revenue expenditure, നോക്കൂ, റവന്യൂ എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ എന്താ? ഈ വാല്യൂ ആണ്. സോ ഈ വാല്യൂ കുറയുമ്പോൾ, സപ്പോസ് നേരത്തെ ഇത് 150 കോടി എന്ന് വിചാരിച്ചു. ഈ 150 കോടി എന്നുള്ളത് 100 കോടിയാവുമ്പോ, ഈ ഒരു ഫിഗർ 100 കോടിയാവുമ്പോ എന്ത് കുറയും? സർക്കാരിന്റെ ഡെഫിസിറ്റ് കുറയത്തില്ലേ? കുറയുമോ? കുറയുമല്ലോ. കാരണം എന്താ? റവന്യൂ ചെലവ് കുറഞ്ഞു. റവന്യൂ ചെലവ് കുറയുമ്പോ വി ക്യാൻ സി ടോട്ടൽ എക്സ്പെൻഡിച്ചർ വിൽ കം ഡൗൺ. ഇത് താഴേക്ക് പോകും. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ താഴേക്ക് പോകുമ്പോ എന്ത് ചെയ്യും? ഫിസിക്കൽ ഡെഫിസിറ്റും കുറയാം. സോ ഫസ്റ്റ് വൺ ഉണ്ട്. Then introducing new welfare schemes. പുത്തൻ വെൽഫെയർ സ്കീംസ് നടപ്പിലാക്കുന്നു. So whenever a government is introducing new welfare schemes, suppose നമ്മുടെ കേരള സർക്കാർ എടുക്കുക. അപ്പൊ കേരള ഗവൺമെന്റ് പറയാണ്, ഇനി മുതൽ എല്ലാ വീട്ടമ്മമാർക്കും തമിഴ്നാട് കൊടുത്ത കണക്ക് 2000 രൂപ വെച്ച് കൊടുക്കുന്നു മാസം എന്ന് വിചാരിച്ചു. എല്ലാ വനിതകൾക്കും, ഹൗസ് വൈഫുകൾക്കും 2000 രൂപ വെച്ച് ഒരു ദിവസം കൊടുക്കുന്നത് തീരുമാനിക്കുന്നു. അത് നോക്കുക, ഇതെന്താണ്? ഒരു പുതിയ വെൽഫെയർ സ്കീമാണ് ആണല്ലോ. whenever a government is announcing this package, it is a new welfare scheme. ഒരു പുതിയ വെൽഫെയർ സ്കീമാണ്. ആൻഡ് ഈ വെൽഫെയർ സ്കീം ഗവൺമെന്റ് അനൗൺസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ചെയ്യുന്നത്, വർദ്ധിക്കുന്നത്. അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ലയബിലിറ്റി പറയുന്നില്ല. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? വർദ്ധിക്കും. വിച്ച് മീൻസ് അവിടെ TE വർദ്ധിക്കും. സോ വി ക്യാൻ സി ആ കേസില് വി ക്യാൻ സി ഇത് വർദ്ധിക്കും. അത് വർദ്ധിക്കുമ്പോ T വർദ്ധിക്കുമ്പോ 150 കോടി എന്നുള്ളത് സപ്പോസ് ചിലപ്പോൾ 200 കോടിയാവും. സോ എന്താ? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. സോ സെക്കൻഡ് ഈസ് നോട്ട് എ മെഷർ ഫോർ റെഡ്യൂസിങ് ഡെഫിസിറ്റ്. ഇനി ഫോർത്ത് നോക്കൂ, റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഗവൺമെന്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുന്നു. ഓക്കെ, ഗവൺമെന്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന തീരുവ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് കുറയും? ഈ സാധനം കുറയും. അതായത് നമ്മൾ മൈനസ് ചെയ്യുന്ന ഈ വാല്യൂ കുറയും. സപ്പോസ് നേരത്തെ ഇത് 100 കോടി എന്ന് വെച്ചോ, ഇപ്പൊ അത് 50 കോടിയായി. സോ നോക്കുക, ഏഴ് കേസില് 150 മൈനസ് 100 ആയിരുന്നു. ഇപ്പോ ഗവൺമെന്റ് ടാക്സ് കുറച്ചപ്പോ 150 മൈനസ് 50 ആയി. സോ ഡെഫിസിറ്റ് കുറഞ്ഞോ? ഇല്ലല്ലോ, കൂടിയല്ലേ ഉള്ളൂ. ഇത് 50, ഇത് 100. എന്തുകൊണ്ടായി 50 ആയത്? ബിക്കോസ് 6 കുറഞ്ഞു. റവന്യൂ റെസിപ്റ്റ്
കുറഞ്ഞു. RRR അല്ല, RR കുറഞ്ഞു. ഓക്കെ, സോ RR കുറഞ്ഞു. സോ എന്താ പറ്റി? ഈ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടുക ചെയ്ത്. അപ്പൊ ഇതുമില്ല. ഇനി തേർഡ് നോക്കൂ, റാഷണലൈസിങ് സബ്സിഡീസ്. സോ റാഷണലൈസിങ് സബ്സിഡീസ് പറയുമ്പോൾ സർക്കാർ കൊടുക്കുന്ന സബ്സിഡീസ് ഗവൺമെന്റ് അതിൽ കൃത്യത ഉറപ്പുവരുത്തുന്നു, അല്ലെങ്കിൽ അനർഹരെ ഒഴിവാക്കുന്നു. സോ ഗവൺമെന്റ് ഈസ് എന്താണ്, റിമൂവിങ് അൺഡിസേർവ്ഡ് പേഴ്സൺസ്, അല്ലെങ്കിൽ തെറ്റായുള്ള എൻട്രീസ് ഒഴിവാക്കുന്നു. അതുപോലെ DBT നമ്മൾ കാണുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അത് കൃത്യമായി നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. സോ റാഷണലൈസ് വെച്ചാൽ എന്താ, നമ്മുടെ സബ്സിഡീസിനെ ഒരു എന്താണ് അതിലുള്ള എറേഴ്സ് ഒഴിവാക്കിക്കൊണ്ട്, അതിലുള്ള ലൂപ്പ് ഹോൾസ് കുറച്ചുകൊണ്ട്, അതിലുള്ള ലീക്കേജസ് കുറച്ചുകൊണ്ട്, സോ റെഡ്യൂസിങ് ദി ലീക്കേജസ് നമുക്കത് പറയാം. അതാണെന്ത്, സബ്സിഡീസ് അതൊക്കെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിലുള്ള പോരായ്മകളും അതിലുള്ള ലീക്കേജസും അതിലുള്ള അനർഹരെയൊക്കെ ഒഴിവാക്കുന്നു. അപ്പോൾ എന്ത് കുറയും? റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയും. കാരണം സബ്സിഡീസ് പറയുമ്പോൾ റവന്യൂ ചെലവ് വരുന്നതാണ്. സോ വെനെവർ ദ ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു റാഷണലൈസ്, സബ്സിഡീസ് റാഷണലൈസ് ചെയ്യുമ്പോൾ എന്ത് കുറയും? റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയും. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയുമ്പോൾ ഇത് കുറയുന്നു എന്ന് പറയുമ്പോൾ ടി കുറയും. ടി കുറയുമ്പോൾ എന്ത് കുറയും? കുറയും. സോ യു ക്യാൻ സി സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഇൻ അവർ പ്രിലിംസ്. നമ്മുടെ പ്രിലിം സ്റ്റേജിൽ ഇത്തരത്തിലുള്ള ചോദ്യം എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ 1 ഉണ്ട്, 3 ഉണ്ട്, 2 4 ഇല്ല. ആൻഡ് സപ്പോസ് നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കും, സംശയം ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം ഉണ്ടെന്ന്. സോ 1 ഉണ്ടെന്ന് അറിയാമെങ്കിൽ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ ബി. ഇനി അടുത്തത്, സപ്പോസ് നിങ്ങൾക്ക് അറിയാം 3 ഇല്ല, അല്ലെങ്കിൽ 3 ഇല്ലെന്നല്ല 4 ഇല്ല എന്ന് അറിയാം. സപ്പോസ് നിങ്ങൾ വിചാരിക്കുകയാണ് 4 ഇല്ല, യു ആർ ഷുവർ ദാറ്റ് ഡ്യൂട്ടി കുറയ്ക്കുന്നത് ഒരിക്കലും ഡെഫിസിറ്റ് കുറയ്ക്കില്ലെന്ന് അറിയാം, എങ്കിൽ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ ഡി. ദെൻ യു ആർ ലെഫ്റ്റ് വിത്ത് ഓൺലി 2 ഓപ്ഷൻസ്. സപ്പോസ് നിങ്ങൾ കറക്റ്റ് പോലും, നിങ്ങളിപ്പോൾ കറക്റ്റ് പോലും ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇറ്റ് കറക്റ്റ് ഈസ് 50%. മനസ്സിലായോ? നേരത്തെ നിങ്ങൾക്ക് എന്താ, റാൻഡം ആയിട്ട് 4 എണ്ണമായിരുന്നു, 4 എണ്ണം കിടപ്പുണ്ട്, 4 എന്തെങ്കിലും ആവും, വിച്ച് മീൻസ് പ്രോബിലിറ്റി എത്ര മാത്രമേ ഉള്ളൂ? 1% ഉള്ളൂ. എന്നാൽ ഇപ്പോൾ എത്ര പ്രോബിലിറ്റി? 50%. 50-50 പ്രോബിലിറ്റി. ഉത്തരം ശരിയാവാൻ പ്രോബിലിറ്റി 50-50. സോ യു ക്യാൻ എയ്തർ ചൂസ് എ ഓർ സി. ഇവിടുത്തെ ആൻസർ എന്താ? എ അല്ല, ആൻസർ സി ആണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോ നൗ we are going to discuss about one of the important topic in budget, which is called as FRBM, or Fiscal Responsibility Budget Management Act. സോ 2003 FRBM ആക്ട് ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത്. ഈ ആക്ട് പ്രധാന ഉദ്ദേശം പ്രധാനമായിട്ടും ഗവൺമെന്റ് എക്സ്ട്രാവാഗൻസ്, സർക്കാരിന്റെ ധൂർത്ത് കുറയ്ക്കുക. ഒരു ഡിസിപ്ലിനറി ആയിട്ട് സർക്കാർ എന്ത് ചെയ്യുക? സർക്കാരിന്റെ ചെലവ് നടത്തുക. There should be a fiscal discipline. There should be a discipline in government expenditure. സർക്കാരിന്റെ ചെലവിൽ, പ്രത്യേകിച്ച് ചെലവിൽ ഒരു ഡിസിപ്ലിൻ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. അതുപോലെ സർക്കാരിന്റെ ബോറോയിങ്സിൽ there should be ഒരു ഡിസിപ്ലിൻ അവിടെ ഉറപ്പുവരുത്തുക. ഇതുപോലുള്ള എക്സ്ട്രാവാഗൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള അനാവശ്യമായ ചെലവുകൾ, ധൂർത്തുകൾ, അതൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഈ ഒരു തോട്ട് വരാൻ കാരണം നമ്മുടെ 1980s എടുക്കുക. 1980s to 1990 നമ്മുടെ ഗ്രോത്ത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്, അത്യാവശ്യം ഗ്രോത്ത് വരുന്നുണ്ട്. 1980s to 90 നമ്മുടെ ആവറേജ് ഗ്രോത്ത് തന്നെ നോക്കുമ്പോൾ 5% എബോവ് ഒക്കെ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട് 1980 ശേഷം. എന്നാൽ ആ ഒരു സമയത്ത് വി കുഡ് സീ വൺ തിങ്, ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും സർക്കാരിന്റെ പൊതുകടം, പബ്ലിക് ഡെറ്റ് അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സോ 1980s to 90 നോക്കുമ്പോൾ ദ ഡെറ്റ് ഓഫ് ദി ഗവൺമെന്റ് ഈസ് ഇൻക്രീസിങ് എന്നൊരു ഡേറ്റ് നമുക്ക് കാണാം. ആൻഡ് അതിനുശേഷം യു ക്യാൻ സി പിന്നീട് വരുന്ന 9th പ്ലാനിംഗ് കമ്മീഷൻ. സോ 9th പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത് 97 ആൻഡ് ദിസ് കമ്മീഷൻ ഹാസ് റെക്കമെൻഡഡ്, സർക്കാർ ഇങ്ങനെ പോയാൽ പോരാ, ശരിയാവത്തില്ല. എന്ത്? അനാവശ്യമായ അല്ലെങ്കിൽ ഒരു ധാരാളിത്തം
കാരണം റവന്യൂ ജനറേറ്റ് ചെയ്യുകയല്ല, ഇത് കടം വാങ്ങുകയാണ്. കാരണം നമ്മൾ ആ കടം വാങ്ങുന്നതിന്റെ ഒരു ചലഞ്ച് ആയിരുന്നു 1991 നമ്മൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ 1990s നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് ഉണ്ട്, എക്കണോമിക് ക്രൈസിസ് ഉണ്ട്. ആൻഡ് വിൽ ഡിസ്കസ്, നമ്മൾ പിന്നെ പഠിക്കും ഈ LPG റിഫോംസിലേക്ക് ഇന്ത്യ എന്താണ് കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ വൈ വി ആർ ഫോഴ്സ് ടു അനൗൺസ് ദിസ് LPG റിഫോംസ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അത് പിന്നെ പഠിക്കും നമ്മൾ വെൻ വി ഡിസ്കസ്ഡ് ദ പ്ലാനിങ്. ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം എന്താണ് എന്തൊക്കെ കാരണങ്ങളാണ് ഈ പറഞ്ഞ ഇന്ത്യയെ LPG റിഫോംസ് അനൗൺസ് ചെയ്യാനായിട്ട് നയിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ ഇന്ത്യയിൽ ആ സാമ്പത്തിക പ്രതിസന്ധി ക്രിയേറ്റ് ചെയ്തു. ആൻഡ് യു ക്യാൻ സി ആ പറഞ്ഞ ക്രൈസിസ് ഈസ് ഡ്യൂ ടു ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇഷ്യൂസ്. ഇന്റേണൽ കുറെ പ്രശ്നമുണ്ട്, ഇന്റേണൽ എക്സ്റ്റേണൽ രണ്ട് ഫാക്ടേഴ്സ് പങ്കെടുത്തപ്പോഴാണ്, രണ്ട് ഫാക്ടേഴ്സ് സംയോജിച്ചപ്പോഴാണ് ആ ക്രൈസിസ് ഉണ്ടാകുന്നത്. ആൻഡ് അതിനുശേഷം 97 പ്ലാനിംഗ് കമ്മീഷൻ ശക്തമായി പറയുന്നുണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഗവൺമെന്റിന്റെ ബോറോയിങ്സിൽ ഒരു അച്ചടക്കം പാലിക്കണം. അതുപോലെ there should be some limit in the borrowing. അതിനൊരു നിയമം കൊണ്ടുവരണം എന്ന രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. അതുപോലെ 1997-98 സമയത്ത് സുക്മോയ് ചക്രവർത്തി കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന ടേം നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ ആഡ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ മെഷർ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് അങ്ങനെ 2003 വാജ്പേയി ഗവൺമെന്റ് സമയത്താണ് ഒരു സർക്കാരിനെ തന്നെ സ്വമേധയാ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആക്ട് ആയിരുന്നു FRBM ആക്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. അറിഞ്ഞിരിക്കുക ഈ ഒരു നിയമം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു മെയിൻലി സെൻട്രൽ മാത്രമാണ്. ഈ നിയമം 2003 നിയമം സെൻട്രൽ ഗവൺമെന്റ് മാത്രമാണ് ആപ്ലിക്കബിൾ ഉള്ളത്, സംസ്ഥാനങ്ങൾക്ക് ഈ നിയമം ബാധകമായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ചില സംസ്ഥാനങ്ങൾ, കേരളം, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ, അവരുടെ സംസ്ഥാനത്ത് അതത് സംസ്ഥാനത്ത് ദേ ഇൻട്രൊഡ്യൂസ്ഡ് സിമിലർ ആക്ട്. ഈ പറഞ്ഞ FRBM സമാനമായ ആക്ടുകൾ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനവും ഇല്ല, കേരളം ഉണ്ട്, പഞ്ചാബ്, അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാക്കുന്നുണ്ട്. അത് പാസ്സാക്കാൻ കാരണം നമ്മുടെ ധനകാര്യ കമ്മീഷന്റെയും കേന്ദ്ര ഗവൺമെന്റ് റെക്കമെൻഡേഷൻ പ്രകാരമാണ്. എന്താണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ, കേരളം, പഞ്ചാബിന് പ്രത്യേകത പറയുമ്പോൾ നമ്മുടെ കടം സിമിലർ ടു കേന്ദ്ര ഗവൺമെന്റ് 1980s to 1990s ആ സമയത്തെ പോലെ ആയിരുന്നു നമ്മുടെ കേരളത്തിന്റെയും പഞ്ചാബിന്റെയും ഒക്കെ കടത്തിന്റെ ഒരു വർധനവ്. സോ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്, പഞ്ചാബ് ആൻഡ് കേരള ഇവിടെ അനിയന്ത്രിതമായിട്ട് ബോറോ ചെയ്യപ്പെടുന്നുണ്ട്, അനിയന്ത്രിതമായിട്ട് കടം വാങ്ങുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ശേഷമാണ് ധനകാര്യ കമ്മീഷനും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളിൽ, ഈ പറഞ്ഞ കടം പെരുകുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യണം, അവരുടെ ബോറോയിങ്ങിൽ ഒരു പരിധി നിർണ്ണയിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും അതുപോലെ പഞ്ചാബിലൊക്കെ ഈ പറഞ്ഞ ആക്ട് പാസ്സാവുന്നുണ്ട്. അത് FRBM എന്നല്ല, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആക്ട് വരുന്നത്. നമുക്ക് അതിലേക്ക് പിന്നെ പോവാം, അത് നമ്മൾ പിന്നീട് കേരള എക്കണോമി പഠിക്കുമ്പോൾ പറയാം. ഇപ്പൊ നോക്കുന്നത് FRBM ആക്ട് ആണ്. ആൻഡ് ഈ ആക്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കുവാണെങ്കിൽ, 2003 വന്ന ആക്ടിന്റെ ലക്ഷ്യം നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് പറയുന്നത് ഇറ്റ് എയിംസ് ടു എലിമിനേറ്റ് റവന്യൂ ഡെഫിസിറ്റ്. നമ്മുടെ റവന്യൂ കമ്മി പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കുക, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീപ്റ്റും തുല്യമാക്കുക. അതായിരുന്നു 2003 ആക്ടിന്റെ ലക്ഷ്യം. അതേപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ്, നമ്മൾ കാണുന്ന ധനക്കമ്മി 2009 ആവുമ്പോൾ, 2008-2009 ആവുമ്പോൾ ധനക്കമ്മി 3% ലിമിറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ് ഇവയെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് GDP ആണല്ലോ. സോ ഈ ആക്ട് പറഞ്ഞത്, 2003 ആക്ട് പറഞ്ഞത് എന്താണ്, ഒന്ന് റവന്യൂ ഡെഫിസിറ്റ് എലിമിനേറ്റ് ചെയ്യുക, റവന്യൂ കമ്മി നികത്തുക, അത് ഇല്ലാണ്ടാക്കുക. അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3% ഓഫ് GDP ആയിട്ട് ലിമിറ്റ് ചെയ്യുക ബൈ 2008-2009. ആൻഡ് യു ക്യാൻ സി ഇതുകൂടാതെ തന്നെ മറ്റു ചില ലക്ഷ്യങ്ങൾ ഈ ആക്ട് പറയുന്നുണ്ട്. ഒന്ന്, സർക്കാരിന്റെ ധനകാര്യ പ്രവർത്തനങ്ങളിൽ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരിക. സർക്കാരിന്റെ വരുമാനത്തിലായാലും സർക്കാരിന്റെ ചെലവിലായാലും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സർക്കാർ എന്ത് ചെയ്യുക, ആ ഡേറ്റ പബ്ലിഷ് ചെയ്യുക. എന്തൊക്കെ വരുമാനം, എന്തൊക്കെ ചെലവുകൾ, ഏതൊക്കെ മേഖലയിൽ ചെലവ് ചെയ്യുന്നു, ഏതൊക്കെ മേഖലയിൽ വരുമാനം കണ്ടെത്തുന്നു, ഇതൊക്കെ എന്ത് ചെയ്യുക, ഗവൺമെന്റ് പബ്ലിക്കിന് മുന്നിൽ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ പബ്ലിക്കിന് അവൈലബിൾ ആക്കുക. അതുപോലെ തന്നെ സർക്കാരിന്റെ പൊതുകടം, സർക്കാരിന്റെ ഡെറ്റ്, അത് കുറേശ്ശെ അടച്ച് അത് റെഡ്യൂസ് ചെയ്യുക. സോ ടു ഇൻട്രൊഡ്യൂസ്
എ മോർ ഇക്വിറ്റബിൾ ആൻഡ് മാനേജബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺട്രീസ് ഡെറ്റ്. സോ നമ്മുടെ കൺട്രിയുടെ ഡെറ്റ്, കൺട്രിയുടെ പൊതുകടം മാനേജ് കഴിയുന്ന രീതിയിൽ കുറച്ചുകൊണ്ട് ഓരോ ഘട്ടങ്ങളായി കുറച്ചുകൊണ്ട് പോകും. അതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റെബിലിറ്റി, സാമ്പത്തികമായ ഒരു സ്ഥിരത നമ്മുടെ എക്കണോമിയിൽ നേടുക. ദീസ് വേർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ FRB ആക്ട്. ദ ഇനീഷ്യൽ ആക്ടിനെ പറഞ്ഞ 2003 പാസ്സാക്കുന്ന ആക്ടിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഇത് പറയാൻ കാരണം 2003 പറയാൻ കാരണം പിൽക്കാലങ്ങളിൽ ഈ പറഞ്ഞ FRB ആക്ടിന്റെ ടാർഗറ്റ്സ് ചില മാറ്റം വരുന്നുണ്ട്. യു ക്യാൻ സീ ദർ ആർ സം അമെൻഡ്മെന്റ്സ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദിസ് ആക്ട്. നമ്മുടെ ലേറ്റസ്റ്റ് വരുന്നത് 2018 2018 FRB ആക്ടില് ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അതിന് മുന്നേയും വി ക്യാൻ സീ 2015 അതുപോലെ 2012 FRB ആക്ട് അമെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് വി വിൽ ഡിസ്കസ് ദ അമെൻഡ്മെന്റ്സ് ലേറ്റർ. അതുപോലെ തന്നെ along with the objectives, ഈ പറഞ്ഞ ലക്ഷ്യം പറഞ്ഞ പോലെ, ഈ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ പോലെ പറഞ്ഞ സമയത്ത് ദിസ് ആക്ട് ആൾസോ റെക്കമെൻഡഡ് introduction or recommended the submission of 3 statements in the parliament along with the budget document. So 2003 ഈ ആക്ട് വന്നപ്പോ 2003 ഈ FRB ആക്ട് വന്ന സമയത്ത് it recommended that നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു 3 ഡോക്യുമെന്റ് എന്ത് ചെയ്യണം, ബഡ്ജറ്റിനൊപ്പം ബഡ്ജറ്റ് അവതരണ വേളയിൽ പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യണം. ആ 3 ഡോക്യുമെന്റ് ആണ് മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ്. സോ നോക്കുവാണെങ്കിൽ ഈവൻ ദോ ദീസ് 2 ആർ സെപ്പറേറ്റ് ഡോക്യുമെന്റ്സ്, ഈ 2 ഡോക്യുമെന്റ്സും ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ ആക്ട് പറഞ്ഞ എന്താണ്, ആക്ടിൽ പറയുന്നത് സെപ്പറേറ്റ്ലി ആണെങ്കിലും in real case you can see these 2 statements or these 2 documents are submitted together. So നിങ്ങൾ ബഡ്ജറ്റ് സ്പീച്ച് പൂർണ്ണമായും കാണുകയാണെങ്കിൽ ആഫ്റ്റർ സബ്മിറ്റിംഗ് വേരിയസ് ഡോക്യുമെന്റ്സ് ഇൻ ദ പാർലമെന്റ്, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഈ പറഞ്ഞ ഡോക്യുമെന്റ് സബ്മിഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്പീക്കർ ഐ എം ഗോയിങ് ടു സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് പറയും മീഡിയം ടേം ഫിസിക്കൽ പോളിസി കം ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒറ്റയായിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് മീഡിയം ടേം ഫിസിക്കൽ പോളിസി കം ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ സി 2003 ആക്ടിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ, 3 ഡോക്യുമെന്റുകൾ ബഡ്ജറ്റിനൊപ്പം സബ്മിറ്റ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ്, മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ്, ഇവയായിരുന്നു ആ 3 ഡോക്യുമെന്റ്സ്. ഇവയുടെ പേര് നടന്നിരിക്കും. ഇത് കൂടാതെ 2012 ഒരു അമെൻമെന്റ് വന്നു. FRB ആക്ടിൽ ഒരു അമെൻമെന്റ് വന്നു. ആ അമെൻമെന്റിൽ മുകളിൽ പറഞ്ഞ 3 ഡോക്യുമെന്റ് കൂടാതെ മറ്റൊരു ഡോക്യുമെന്റ് കൂടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പറഞ്ഞു. ആ ഡോക്യുമെന്റ് ആണ് മീഡിയം ടേം എക്സ്പെൻഡിച്ചർ ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് യു ക്യാൻ സീ കമ്പയർഡ് ടു ദ അതർ 3 സ്റ്റേറ്റ്മെന്റ്സ്, ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ഓൺ ദ ഡേ ഓഫ് ബഡ്ജറ്റ് സ്പീച്ച് സബ്മിറ്റ് ചെയ്യും. ഇനിഷ്യൽ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ 2008-2009 അച്ചീവ് ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ പറഞ്ഞതാണ് ഞാൻ, നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് അത് എലിമിനേറ്റ് ചെയ്യണം. ഫിസിക്കൽ ഡെഫിസിറ്റ് 3% GDP ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ RBI പർച്ചേസ് ഗവൺമെന്റ് ബോണ്ട്സ്. നമ്മൾ 1997 നമ്മൾ പറഞ്ഞല്ലോ മൊണറ്റൈസ് ഡെഫിസിറ്റ് അത് ഗവൺമെന്റ് ഇല്ലാന്ന്, ഇനി മുതൽ ഇല്ല. RBIയും ഗവൺമെന്റ് തമ്മിൽ അഗ്രിമെന്റ് ഒപ്പിട്ടു. എന്നാൽ ആ ഒരു എഗ്രിമെന്റിന് നിയമപരമായ ഒരു ബാക്കിംഗ് ഇല്ലായിരുന്നു. 97 നമ്മൾ കണ്ടു മൊണറ്റൈസ് ഡെഫിസിറ്റ് വാസ് അബോളിഷ്ഡ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് RBI മ്യൂച്വലി അഗ്രീഡ് ടു എൻഡ് ഡെപ്റ്റ് മൊണറ്റൈസേഷൻ. ആ ഡെറ്റ് മൊണറ്റൈസേഷന് ഒരു ലോ ബാക്കിംഗ് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ FRB ആക്ടിലെ ഈ ടാർഗറ്റ്. ഇതിൽ 2006 ഈ പറഞ്ഞ RBI പർച്ചേസ് ഗവൺമെന്റ് ബോണ്ട്സ് അത് നിർത്തലാക്കാനായിട്ട് ആക്ടില് പറയുന്നു. And also you can see 2003 ആക്ട് വന്നപ്പോ 2003 നമ്മുടെ FRB ആക്ട് വന്നപ്പോ ഇറ്റ് സ്പെസിഫൈസ് ഒരു പാത്താണ് പറയുന്നത്. 2009, 2008, 2009 ആവുമ്പോ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യണം, റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം. ആ 0 ആക്കണമെങ്കിൽ ഇറ്റ് സേസ് ദാറ്റ് ഓരോ വർഷവും 0.5% എന്ത് ചെയ്യുക,
കുറയ്ക്കുക. സപ്പോസ് 2003 സർക്കാരിന്റെ ധനക്കമ്മി 3% വിചാരിക്കുക. എങ്കിൽ ഓരോ വർഷവും 0.5 കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഗവൺമെന്റ് ഈ പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്തുക. 1 ഇങ്ങനെ 2.5, then 2, 1.5, 1, 0.5, 0. സോ ഇങ്ങനെ ഫൈനലി 2009 ആകുമ്പോൾ RD എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഓരോ വർഷവും 0.3 വെച്ച് കുറച്ച് 3% 2009 ആകുമ്പോൾ അച്ചീവ് ചെയ്യുക. ദിസ് വാസ് ദ ഇനിഷ്യൽ ടാർഗറ്റ്സ്. നമുക്ക് നോക്കാം 2018 അമെന്റ്മെന്റിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായി. The main amendment that was made in 2018, the main change that happened in the 2018 amendment of FOM Act is, നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന RD ടാർഗറ്റ് നമ്മൾ പറഞ്ഞല്ലോ, RD ഹാസ് ടു ബി എലിമിനേറ്റഡ്. 2015 ആകുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എലിമിനേറ്റ് ചെയ്യണം. അത് 2009 ആകുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എലിമിനേറ്റ് ചെയ്യണം. 2018 ആകുമ്പോൾ RD എലിമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ RD ടാർഗറ്റ്, അതുപോലെ ERD ടാർഗറ്റ്, ഇത് ഗവൺമെന്റ് എന്ത് ചെയ്തു? നിർത്തലാക്കി. സോ ഇനി മുതൽ എന്തില്ല? there is no targeting for revenue deficit and ERD. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റും അതുപോലെ റവന്യൂ ഡെഫിസിറ്റും എലിമിനേറ്റ് ചെയ്യുക എന്നൊരു ടാർഗറ്റ് ഗവൺമെന്റ് ഇനി മുതൽ പറയില്ല. അതായത് ഫസ്റ്റ് ചേഞ്ച്. Then the next change is limit the fiscal deficit to 3% by 2021. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3% ഇതൊക്കെ കൊണ്ടുവരിക. അതേപോലെ സർക്കാരിന്റെ ഡെറ്റ് ആദ്യമായി വരുന്നത്, നേരത്തെ ഇല്ലായിരുന്നു, ആദ്യമായി സർക്കാരിന്റെ ഡെറ്റ് 40% GDP ആയിട്ട് 2024-25 കൂടി എത്തിക്കുക. സോ കറന്റ് എന്താ? 2020 നമ്മൾ കണ്ടിരുന്നു, ഇറ്റ് ഈസ് മോർ ദാൻ 40% ആണ്. 40% മേലെയാണ് ഡെറ്റ്. ആ ഡെറ്റ് എന്താക്കി മാറ്റുക? 40 ആയിട്ട് റെഡ്യൂസ് ചെയ്യുക കേന്ദ്ര ഗവൺമെന്റിന്റെ. അത് മാത്രമല്ല, ഇത് കൂടാതെ ഓവറോൾ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജനറൽ ഗവൺമെന്റിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഡെറ്റ് ക്യുമുലേറ്റീവ് ആയിട്ട് 60% GDP ആയിട്ട് എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യുക. അതായത് സംസ്ഥാനത്തിന്റെ ലിമിറ്റ് 20%, സെൻട്രൽ ലിമിറ്റ് 40% കടം എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യും. സോ അറിഞ്ഞിരിക്കുക, 2018 അമെന്റ്മെന്റിലാണ് ആദ്യമായി സംസ്ഥാനങ്ങളുടെ ഡെറ്റിന് ഒരു ടാർഗറ്റ് വരുന്നത്. അതിന് മുന്നേ ഉള്ള FOM ആക്ടിനകത്തൊന്നും സംസ്ഥാന കടത്തെ പറ്റി പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാന കടത്തിന് ഒരു ലിമിറ്റ് പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ 2018 അമെന്റ്മെന്റിൽ we can see the government of India proposed അല്ലെങ്കിൽ introduced the targets for reducing debt to GDP ratio of both center and state. So കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കമ്പൈൻ ആയിട്ട്, അതാണ് ഈ ജനറൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. ജനറൽ ഗവൺമെന്റ് which means both center and state together. ഇവരെ കമ്പൈൻ ആയിട്ട് 60% GDP ആയിട്ട് എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യുക. ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ട് 42 സെന്റർ, 22 സ്റ്റേറ്റ്. ആൻഡ് അതുപോലെ this amendment also included a new provision. ഇതെന്താ നിങ്ങൾ പറയണം? The last one, RBI may subscribe to the primary issues of central government securities grounds of escape clause. Can you identify? ഇതെന്താന്ന് പറയാമോ? ഈ 4th പോയിന്റ് അല്ലെങ്കിൽ ഈ ലാസ്റ്റ് പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാമോ? നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. RBI may subscribe to the primary issues of central government securities on grounds of escape clause എന്നാ പറഞ്ഞത്. So what is this? Ways and means advances ആണ്. എന്ത്?
അല്ല 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 അഡ്വൈസ് അല്ല, പക്ഷെ അടുത്തെത്തി. നമ്മള് പണ്ട് കുട്ടിക്കാലത്ത് കളിക്കത്തല്ലേ ഇട്ടൂലി സെറ്റീപ്പൻ, കളിച്ചിട്ടുണ്ടോ നിങ്ങള്? എനിക്കറിയത്തില്ല. ഇട്ടൂലി സെറ്റീപ്പൻ എന്ന് പറഞ്ഞിട്ട്, എന്നുവെച്ചാൽ സെറ്റീപ്പന് മണ്ണിലെവിടെയും ഒഴിച്ചു വെക്കും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ നടക്കും. പറയുന്നത് തണുപ്പ്, തണുപ്പെന്ന് പറഞ്ഞാൽ ദൂരെയാണ് അർത്ഥം, ചൂടെന്ന് പറഞ്ഞാൽ അടുത്ത് നടത്താം. പക്ഷെ ചൂടുണ്ട്, അടുത്താണ്. പക്ഷെ പറയാമോ എന്താന്ന്? ആർക്കല്ലേ? വേറെ ആരുമില്ല? ഒന്ന് ട്രൈ നോക്കൂ, തെറ്റിനും കുഴപ്പമില്ല. ഇത് തിരിച്ചുവരവാണ്, അതുകൂടെ പറയാം, ക്ലൂ പറയാം. ഇത് വേറൊരു സംഗതി തിരിച്ചുവരവാണ്. അതെ 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 അതെ, വെരി ഗുഡ്. മോണിറ്റൈസ് ഡെഫിസിറ്റിന്റെ ആണ്. നമ്മൾ പറഞ്ഞില്ലേ 1997 നമ്മുടെ RBIയും ഗവൺമെന്റും മ്യൂച്വലി എഗ്രി ചെയ്തു, അവർ എഗ്രിമെന്റ് ഒപ്പിട്ടു, ഇനി മുതൽ വാങ്ങില്ല. 2006 FMA ആക്ടിനകത്ത് എന്ത് അത് പ്രതിപാദിച്ചു. 2003 FMA ആക്ടിനകത്ത് പ്രതിപാദിച്ചു. ബൈ 2006 ഇത് ഇല്ലാണ്ടാക്കും. എന്നാൽ 2018 when FRBM Act was amended, എന്താ പറഞ്ഞേ? ഓൺ ഗ്രൗണ്ട്സ് ഓഫ് എസ്കേപ്പ് ക്ലോസ്. നമ്മൾ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടല്ലോ, when there is national security, when there is war, when there is national calamity, when there is collapse of agriculture, when there is structural reforms, when there is decline in real output, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ when there is some challenges in the economy, നമ്മുടെ സാമ്പത്തിക പ്രശ്നം നേരിടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? RBIക്ക് സർക്കാരിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം. നമ്മൾ അന്ന് കണ്ടില്ലേ ദ മോണിറ്റൈസ് ഡെഫിസിറ്റ് ഓർ ഡെറ്റ് മോണിറ്റൈസേഷൻ, അതെന്താ വീണ്ടും അവതരിപ്പിക്കുകയാണ്. പക്ഷെ പറയുന്നത് എന്താ? only on the grounds of escape clause. So escape clause if both RBI and government agrees, രണ്ടുപേരും എഗ്രി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നേരത്തെ എൻഡ് ചെയ്ത ഡെറ്റ് മോണിറ്റൈസേഷൻ പിന്നെയും കൊണ്ടുവരാം. ഇത് കൊണ്ടുവരും എന്നല്ല പറഞ്ഞേ, മേ സബ്സ്ക്രൈബ്. രണ്ടുപേർക്കും ഡിസ്കസ് ചെയ്യാം. when there is some events of escape clause, escape clause പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ അത് നടത്താം. എന്നൊരു പോർഷൻ ഉണ്ട്. there is a window open, അതാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ എന്താണ്? ഈ വിൻഡോ അടച്ചിട്ടേക്കാണ്. ഇപ്പോൾ എന്താ? ആ വിൻഡോ തുറന്നിട്ടേക്കുക. വേണമെങ്കിൽ ഉപയോഗിക്കാം, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ, കാരണം ഗത്യനിരത വരുമ്പോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ആൻഡ് അതുകൂടാതെ 2021 നമുക്കറിയാം കോവിഡ് ശേഷമുള്ള ബഡ്ജറ്റാണ്. 2021 ബഡ്ജറ്റിൽ ഈ പറഞ്ഞ ടാർഗറ്റ് റിവൈസ് ചെയ്തു. എന്നാൽ ആക്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കിയില്ല. അറിഞ്ഞിരിക്കുക, 2021 ബഡ്ജറ്റിനകത്ത് FRBM ആക്ടിലുള്ള ടാർഗറ്റ് 2018 പറഞ്ഞ ടാർഗറ്റ്, കാരണം 2018 പറഞ്ഞ എന്താ? 2021 ആകുമ്പോൾ FD 3% മാറ്റുക എന്നാണ് പറഞ്ഞത്. അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം കോവിഡ് ആയിരുന്നു. അന്ന് ടാർഗറ്റ് എത്ര? 9.2. ടാർഗറ്റ് അല്ല, അന്ന് എത്ര ഇത് വരുന്നത്? ഡെഫിസിറ്റ് വരുന്നത് 9.2% വരുന്നത്. 3 വരെ 3 ഇരട്ടിയായി. സോ ഗവൺമെന്റ് എന്ത് ചെയ്തു? 2021 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് ഒരു പുതിയ ടാർഗറ്റ് പറഞ്ഞു. ഗവൺമെന്റ് പറഞ്ഞു FD നമ്മൾ 3% മറിച്ച് 4.5% 4% എന്ത് ചെയ്യുക? 2025-26 ആകുമ്പോൾ അച്ചീവ് ചെയ്യുക. സോ ദ ടാർഗറ്റ് വാസ് 2025-26 ആകുമ്പോൾ 4% എന്ത് ചെയ്യുക? FD റെഡ്യൂസ് ചെയ്യുക എന്നാണ് 2021 ഈ പറഞ്ഞ ടാർഗറ്റ് പറയുന്നത്. ആൻഡ് ആൾസോ യു ക്യാൻ സി ആ ബഡ്ജറ്റിൽ നമ്മുടെ ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് പെർ ദ എസ്റ്റിമേറ്റ് 6.4% നമ്മുടെ 2022-23 സമയത്ത് ഇന്ത്യയുടെ ബഡ്ജറ്റ് FD ആവുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഒരു പ്രദേശം പറയുന്നുണ്ട്, ഒരു ഫിസിക്കൽ ഗ്ലൈഡ് പാത്ത് പറയുന്നുണ്ട്. അതായത് ഘട്ടം ഘട്ടമായി. അന്ന് 9.2 ആണ് എവിടെ? 2020-21 സമയത്ത്. അതെന്ത് ചെയ്യുക? കുറച്ച് ഇങ്ങനെ 2025-26 ആകുമ്പോൾ 4 കുറയ്ക്കുക. ദെൻ ദ റീസെന്റ് ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ 2023 ഫെബ്രുവരി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ദ സെയിം ടാർഗറ്റ് ആണ്. എന്ത്? 2025-26 ആകുമ്പോൾ 4% ആക്കുക. ആൻഡ് നിലവിലെ സാമ്പത്തിക വർഷം, ദ കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ വി ആർ എസ്റ്റിമേറ്റിംഗ് ടാർഗറ്റ് ഓഫ് 2023-24 എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 5.9% ആണ്. ഓക്കെ, 2023-24 2023
23-24 വി ആർ എസ്റ്റിമേറ്റിംഗ് ദാറ്റ് എന്ത് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.9% വരുമെന്നാണ് നമ്മുടെ എസ്റ്റിമേഷൻ ഈ വർഷം, നടപ്പ് സാമ്പത്തിക വർഷം. ആക്ച്വലി ആഗ്രഹിക്കുന്നത് എന്താ, നേരത്തെ വന്ന കാര്യത്തിനാണ് 25-26 ആകുമ്പോൾ 4% റെഡ്യൂസ് ചെയ്യുക. ഇത് അറിഞ്ഞിരിക്കുക, ഈ ഒരു വാല്യൂ അറിഞ്ഞിരിക്കുക. എന്ത് ദ കറന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് FOB ആക്ട് പറയുന്ന നിലവിലെ ടാർഗറ്റ് എത്രയാണ്? 2025-26 ആകുമ്പോൾ 4% FD റെഡ്യൂസ് ചെയ്യുക. ഇത് തന്നെയാണ് ഡെറ്റിന്റെ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ദ സെയിം ഇയർ ആണ് ഇപ്പോ ഡെറ്റ് GDP റേഷ്യോയ്ക്കും പറയുന്നത്. ദ സെയിം ഇയർ 25-26 ആണ് ഡെറ്റ് GDP റേഷ്യോയ്ക്കും ഇപ്പൊ പറയുന്നത്. നേരത്തെ എത്ര 21 ആയിരുന്നു, അതെല്ലാം മാറി, അതൊന്നും അച്ചീവ് കഴിഞ്ഞില്ല. 25-26 ആണ് FDക്കും ഡെറ്റ് GDP റേഷ്യോയ്ക്കും ഇപ്പോ പറയുന്നത്.